അല്ലെ? അദ്ദേഹം അല്ല. അങ്ങനെ എളിമയോട് സംസാരിക്കുന്ന ഒരു വ്യക്തിത്വം, അദ്ദേഹത്തിന്റെ ആ ഒരു ഇതില് നമ്മളെല്ലാവരും ഒരു പൂമാലയിൽ കോർത്ത പുഷ്പം പോലെ, അല്ലെ? ശരിക്കും ഇവിടെ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. നമ്മളൊക്കെ പല തരത്തിൽ പ്രവർത്തിക്കുന്നവരായിരിക്കും, പല മേഖലകളിൽ പ്രവർത്തിച്ചവരായിരിക്കും. ഇവിടെ നമ്മളെല്ലാവരും ഒരേ ചിന്തയോടെ, ഒരേ കർമ്മത്തോടെ, അല്ലെ, ഒരു ഇതില് നമ്മൾ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു TCG. അതൊരു ഭാഗ്യം തന്നെയാണ്. ആ ഒരു വ്യക്തിത്വത്തില്, ആ വ്യക്തിത്വത്തിന്റെ ആ ഒരു ഇതില് നമ്മളെല്ലാവരും നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു ഈശ്വരാനുഗ്രഹമായിട്ടാണ് ഞാൻ എൻ്റെ ഈ ഒരു 18-19 വർഷത്തെ RCM എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് സൗത്ത് ഇന്ത്യയിലേക്ക് RCM എന്ന നന്മ പകർന്നു തന്നിട്ടുള്ള, അല്ലെ, ഡോക്ടർ ഡയമണ്ട്, ഡോക്ടർ സുരേന്ദ്രവട്ട് സാർ, ഞങ്ങൾക്ക് RCM പറഞ്ഞു തന്നിട്ടുള്ള റൂബി ഗോപകുമാർ സാർ, ഇവരെയൊക്കെ ഈ ഒരു സമയത്ത് സ്നേഹത്തോടെ ഓർക്കുകയാണ്. 2005 റൂബി ഗോപകുമാർ സാറിന്റെ നിരന്തരമായ ഫോളോ അപ്പ്, അത് തന്നെയാണ് മൂർത്തി സാർ RCMല് മെമ്പർഷിപ്പ് എടുക്കാനുള്ള ഒരു കാരണം എന്ന് പറയാം. ഇന്ന് നമ്മൾ ഫോളോ അപ്പ് എന്ന് പറയും, പക്ഷെ അന്ന് ശരിക്കും പറഞ്ഞ ശല്യം തന്നെയായിരുന്നു. ശല്യം സഹിക്ക വയ്യാതെ മെമ്പർഷിപ്പ് എടുത്ത് 2006 ബാംഗ്ലൂർ വെച്ച് നടന്ന ഒരു വലിയ ആനിവേഴ്സറി പ്രോഗ്രാമില് പങ്കെടുക്കവെയാണ് മൂർത്തി സാറിന് ശരിക്കും പറഞ്ഞ ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞ ശേഷമാണ് RCM ഒരു പ്രൊഫഷൻ ആക്കി എടുക്കേണ്ട ഒന്നാണ് എന്നുള്ള ഒരു ധാരണ, അല്ലെങ്കിൽ അത് ശരിക്കും ഒരു ആദ്യം ചിലപ്പോൾ ഒരു പക്ഷേ സങ്കല്പമായിട്ട് അദ്ദേഹം കൊണ്ട് നടന്നിട്ടുണ്ടാവാം. പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ എന്നോട് പറഞ്ഞു, എനിക്കിനി എയർഫോഴ്സിലെ ജോലിയൊന്നും വേണ്ട, ഞാൻ അതൊക്കെ റിസൈൻ ചെയ്യാൻ പോവുകയാണ്. എനിക്ക് RCM ഒരു പ്രൊഫഷൻ ആക്കി എടുക്കാനുള്ള ധൈര്യമുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്, അതുമായിട്ട് മുന്നോട്ട് പോയാലോ എന്ന്. പിന്നീട് അദ്ദേഹം കേൾക്കുന്നതും കാണുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു ലോകം RCM ആക്കി മാറ്റി എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ പിന്നീട് റിസൈൻ ചെയ്യുകയും കേരളത്തിലെ പ്രവർത്തനങ്ങൾ തുടങ്ങുകയൊക്കെ ചെയ്തപ്പോൾ ഒരുപാട് എന്താ പറയുക, ഒരുപാട് ക്രിറ്റിസിസം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അത് എന്നിൽ നിന്നാണെങ്കിലും ശരി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അന്ന് വിഷൻ ക്ലിയർ ആയിരുന്നില്ല. ഞാനും മൂർത്തി സാറിനെ ഒരുപാട് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, ഞാൻ അന്ന് വിജയിച്ച ആളുകളെ കണ്ടിട്ടില്ല. അന്ന് ഞാൻ നല്ലൊരു RCMന്റെ ഷോപ്പ് പോലും കണ്ടിട്ടില്ല. തുണി കൊണ്ട് മൂടപ്പെട്ട രീതിയിലുള്ള ഒരു കുഞ്ഞ് എന്താ പറയുക, ഒരു മുറിയാണ് ഞാൻ ശരിക്കും പറഞ്ഞ RCMന്റെ ഒരു കടയായിട്ട്, അല്ലെങ്കിൽ ഒരു ഔട്ട്ലെറ്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ബാംഗ്ലൂർ വെച്ചിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു RCM, ഒരു എന്താ പറയാ, ഒരു ശൈശവാവസ്ഥയിലിരിക്കുന്ന RCM, അതിന്റെ ഒരു ഫ്യൂച്ചർ കാണാൻ, അല്ലെങ്കിൽ അതിന്റെ ഒരു വിഷൻ എനിക്ക് അന്ന് മനസ്സിലായിട്ടില്ല എന്ന് തന്നെ പറയാം. ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് അതിങ്ങനെ നിരന്തരമായിട്ടുള്ള മീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സമയമാണ്. പക്ഷേ എനിക്കും കിട്ടി 2008 ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യം. ശരിക്കും പറഞ്ഞ 2006, 2007 കാലഘട്ടമൊക്കെ ഞാൻ ഒരുപാട് കരഞ്ഞു തീർത്ത കാലഘട്ടമാണ്. ഒരുപാട് വിഷമിച്ചു പോയിട്ടുണ്ട്. കാരണം ആളുകൾ ക്രിട്ടിസൈസ് ചെയ്തത് എന്നെയായിരുന്നു. അല്ലെ, നീ നല്ല ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ എന്ത് ചെയ്യാം, നല്ല ഇതായിട്ട് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കിക്കാനൊക്കെ പറ്റും. ഇതുപോലെയുള്ള ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഒക്കെ തട്ടിപ്പാണ്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുമായിരുന്നു. പക്ഷേ എന്താ പറയാ, മൂർത്തി സാറിനോട് നമ്മൾ ഒന്നും പറഞ്ഞിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പറ്റുന്ന കൗൺസിലിംഗ് ഞാൻ നോക്കി, ജ്യോതിഷ പണ്ഡിതന്റെ അടുത്തൊക്കെ പോയി. ഞാൻ എന്തിന് മാനസികമായിട്ട് പ്രശ്നം ഇട്ടിട്ട് സൈക്കിയാട്രിസ്റ്റിന്റെ അടുത്ത് വരെ ഞാൻ പോയിട്ടുണ്ട്. അത്രയും നമ്മൾ അനുഭവിച്ച് ഒരു അവസ്ഥ 2 വർഷം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ 2008 ഒരു പ്രോഗ്രാം കോഴിക്കോട് വെച്ചിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി. അത് മറ്റാരുടെ ആയിരുന്നില്ല, ഇന്ന് നിങ്ങൾ കാണുന്ന ഡയമണ്ട് ഡോക്ടർ സുരേന്ദ്രവട്ട് സാറിന്റെ തന്നെയായിരുന്നു. അന്ന് എനിക്ക് മനസ്സിലായി അദ്ദേഹം ഒരു BEd ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു അധ്യാപകനായിരുന്നു. പിന്നീട് അദ്ദേഹം കേബിൾ നെറ്റ്വർക്ക് എന്ന ഒരു ഇൻഡസ്ട്രി അതൊരു പ്രൊഫഷനാക്കി മാറ്റുകയും പിൽക്കാലത്ത് 2001 അദ്ദേഹം RCMനെ കുറിച്ച് അറിയുകയും അതിൽ മെമ്പർഷിപ്പ് എടുക്കുകയും പിന്നീട് RCM പ്രൊമോട്ട് ചെയ്ത് അതൊരു പ്രൊഫഷനാക്കി മാറ്റി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ 2008 അന്ന് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഒരു എമറാൾഡ് അല്ലെങ്കിൽ സ്റ്റാർ എമറാൾഡ് പൊസിഷൻ ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ അന്ന് എനിക്കോ മൂർത്തി സാറിനൊന്നും ഈ പിൻ ലെവലിനെ കുറിച്ചൊന്നും വലിയ ബോധ്യം ഉണ്ടായിരുന്നില്ല. ഇന്ന് നിങ്ങൾക്കെല്ലാം പിൻ ലെവൽ കൃത്യമായിട്ട് അറിയാം. ഡയമണ്ട് വരെയുള്ളത് എല്ലാവർക്കും ഒന്ന് കാണാപ്പാടാണ്. പക്ഷെ അന്ന് ഇതുപോലെയുള്ള മീഡിയാസോ അല്ലെങ്കിൽ ഇതുപോലെ നിരന്തരമായിട്ടുള്ള മീറ്റിങ്ങുകളോ അവയർനെസ് പ്രോഗ്രാമുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്ത് അവയർനെസ് പ്രോഗ്രാം കൊടുക്കാനാണ് അന്ന് കിട്ടുന്നത്? വല്ല കാസറ്റിലൊക്കെ നമുക്ക് കാസറ്റുകൾ ലഭ്യമായിരുന്നു. ഒരുപാട് ലീഡേഴ്സ് സംസാരിച്ചിട്ടുള്ള, മുകേഷ് കോട്ടാരി സാറ് ഒക്കെ സംസാരിച്ചിട്ടുള്ള കാസറ്റുകൾ, CD ഒക്കെ ഉണ്ടായിരുന്നു.
അപ്പൊ അതൊക്കെ കേട്ടിട്ടാണ് എന്തെങ്കിലും ചെറിയൊരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ അനന്ത സാധ്യതകളെ കുറിച്ചൊക്കെ RCMലൂടെ എങ്ങനെ വിജയിക്കാം എന്നുള്ള അതൊക്കെ ശരിക്കും മൂർത്തി സാർ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതുപോലെയുള്ള കാസറ്റുകൾ കേട്ടിട്ടും, അല്ലെങ്കിൽ വല്ലപ്പോഴും എവിടെയെങ്കിലും മീറ്റിംഗ്, ചിലപ്പോൾ വളരെ ദൂരത്തായിരിക്കാം, ബാംഗ്ലൂരായിരിക്കാം, കോയമ്പത്തൂരായിരിക്കാം, അല്ലെങ്കിൽ ഡൽഹിയിലൊക്കെ പോയിട്ടുണ്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട്, അതിന്നൊരു അറിവ് ലഭിക്കാനായിട്ട്. അങ്ങനെ ഈ 2008 ശ്രീ സുരേന്ദ്രവാട് സാറിന്റെ പ്രോഗ്രാം ശരിക്കും പറഞ്ഞാൽ എനിക്കത് ഒരുപാട് ഉള്ളിൽ തട്ടി എന്ന് പറയാം. അന്ന് എനിക്ക് മനസ്സിലായി, മൈ ഹസ്ബൻഡ് ഹി ഹാസ് ടേക്കൺ ദ റൈറ്റ് ഡിസിഷൻ. നല്ലൊരു തീരുമാനം തന്നെയായിരുന്നു എന്നുള്ളത് ആ ഒരു പ്രോഗ്രാമിൽ എനിക്ക് അത് മനസ്സിലായി. കാരണം ഒരുപാട് പേരെ രക്ഷപ്പെടുത്താനായിട്ട് അത്, കാരണം RCMന്റെ പ്ലാനുകളും പ്രൊജക്റ്റുകളും ശരിക്കും പറഞ്ഞാൽ വരാൻ പോകുന്നതേ ഉള്ളൂ. ഫ്യൂച്ചർ പ്ലാൻസ് ഒരുപാടുണ്ട് എന്നുള്ളത് എനിക്ക് ആ ഒരു പ്രോഗ്രാമിൽ വ്യക്തമായി എന്നുള്ളതാണ്. അന്ന് എന്നെ സ്പർശിച്ച വേറൊരു കാര്യം കൂടെ ഉണ്ട്, യൂസ് ആൻഡ് പ്രൊമോട്ട്. അല്ലെ, ശരിക്കും അതൊക്കെ പറയണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മളത് പ്രൊമോട്ട് ചെയ്യാന്ന് പറഞ്ഞാല്, ശരിക്കും പറഞ്ഞാല് അത്രയും സിൻസിയർ ആയിട്ടുള്ള ഒരു കമ്പനിക്ക് മാത്രമേ അങ്ങനെ ഒരു സെന്റൻസ് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ യൂസ് ചെയ്യുക, നിങ്ങൾക്ക് യൂസ് ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും പ്രൊമോട്ട് ചെയ്യുക. അപ്പൊ ആ ഒരു വാചകം ശരിക്കും പറഞ്ഞ അന്നത്തെ മീറ്റിങ്ങിൽ എന്നെ സ്പർശിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഫാമിലി ആയിട്ട് തന്നെ ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് ഭാഗത്തു നിന്ന് എതിർപ്പുകൾ ഉണ്ടായി, ഒരുപാട് പേര് ഞങ്ങളെ പരിഹസിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും കൂസാക്കാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഹോം മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ ഹോം വിസിറ്റ്, മൂർത്തി സാർ പറയായിരുന്നു, നീയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ ഫാമിലിയിൽ പോയിട്ട് വിസിറ്റ് ചെയ്യുമ്പോൾ അവിടെ ആ ഫാമിലിയിൽ നമുക്കൊരു അക്സെപ്റ്റൻസ് കിട്ടണമെങ്കിൽ നമ്മൾ ഫാമിലി ആയിട്ട് പോയി പറയണം. അങ്ങനെ അന്ന് ഞാൻ അമൃത വിദ്യാലയത്തിൽ, ഇടപ്പള്ളി അമൃത വിദ്യാലയത്തിൽ അധ്യാപികയായിരുന്നു. അപ്പൊ അങ്ങനെ വരുന്ന ആ ഒരു വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ ശനിയോ ഞായറോ ഒക്കെ ഒരു ഭവന സന്ദർശനം അത് തന്നെയായിരുന്നു പണി. അപ്പോൾ ഇതുപോലെ ഓരോ വീടുകളിൽ പ്രൊഡക്റ്റുകളുമായിട്ട് ചെല്ലും. അവിടെ നമ്മൾ RCM അന്ന് കഷ്ടിച്ച് 25-30 പ്രൊഡക്റ്റുകളുള്ള സമയമാണ്. നമ്മുടെ അതിൽ നിന്ന് തന്നെ എന്നോട് മൂർത്തി സാർ പറയായിരുന്നു, RCMലുള്ള ഓരോ പ്രോഡക്റ്റുകളെയും നമ്മൾ നമ്മുടെ ജീവിതവുമായിട്ട്, അതായത് നമ്മളെ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അതായത് പത്രങ്ങളിലൊക്കെ വരുന്ന വാർത്തകൾ, അത് അതില് അന്ന് നമുക്ക് ഉണ്ടായിരുന്ന പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ചായപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ, അതിലൊക്കെ വരുന്ന മായങ്ങൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ന്യൂസ് പേപ്പറിൽ നിരന്തരമായിട്ട് വരുന്നു, ഇന്നും ഉണ്ട്. പക്ഷെ നമ്മളൊക്കെ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ മൂർത്തി സാർ എന്നോട് പറയുന്നു, അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ആൽബമായിട്ട് സൂക്ഷിക്കാം. അങ്ങനെ അത് ആൽബമായിട്ട് സൂക്ഷിച്ചിട്ട് നമ്മൾ ഈ പോകുന്ന സ്ഥലത്തൊക്കെ ഇതൊക്കെ ഒന്ന് കാണിക്കുകയായിരുന്നു. ചായപ്പൊടിയിൽ മായം, കാപ്പിപ്പൊടിയിൽ മായം, മഞ്ഞൾപ്പൊടിയിൽ മായം, മഞ്ഞൾപ്പൊടിയല്ല മഞ്ഞപ്പൊടിയാണ് കിട്ടുന്നതെന്നൊക്കെ അന്ന് നമ്മൾ പറയായിരുന്നു. അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞ ഓരോ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തി തന്നെ എനിക്ക് തോന്നുന്നു അന്ന് ഞങ്ങൾ പ്രൊഡക്റ്റുകളെക്കാളും കൂടുതലായിട്ട് അന്ന് ഞങ്ങൾ ആ ഒരു ഡയറക്റ്റ് മാർക്കറ്റിങ്ങിന്റെ സാമ്പത്തിക സ്വാതന്ത്ര്യം എങ്ങനെ നേടാം എന്നുള്ളതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമായിരുന്നു. കാരണം അന്ന് ആരോഗ്യം എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസെപ്റ്റ് തുടങ്ങാനായിട്ട് നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. പിൽക്കാലത്താണ് ഹെൽത്ത് കാർഡ് ഓയിലൊക്കെ ലോഞ്ച് ചെയ്തത്. ഹെൽത്ത് കാർഡൊക്കെ ലോഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഉത്സവം പോലെ. ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടി. പിൽക്കാലത്ത് ന്യൂട്രി ചാർജ്, ഒരുപാട് സെഗ്മെന്റുകൾ, കീസോൾ വന്നു. അല്ലെ, ശരിക്കും പറഞ്ഞ ഇന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന RCM എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. അതിൽ തന്നെ ആ ഒരു RCM വഴികളിലൂടെ സഞ്ചരിച്ച് നമ്മളൊന്ന് പുറകോട്ട് നോക്കുമ്പോഴാണ് അറിയുന്നത് എത്ര മനോഹരമായൊരു ജോലി അല്ലെങ്കിൽ എത്ര മനോഹരമായൊരു കർമ്മമാണ് ചെയ്തിട്ടുള്ളതെന്ന്. കാരണം ഒരുപാട് കുടുംബങ്ങളില് ആരോഗ്യം കൊടുക്കാൻ സാധിച്ചു. ഒരുപാട് കുടുംബങ്ങളിൽ ഐശ്വര്യം കൊടുക്കാനായിട്ട്, ഫിനാൻഷ്യൽ ഫ്രീഡം നേടിക്കൊടുക്കാനായിട്ട് സാധിച്ചു. ഒരുപാട് പേരില് എന്താ പറയുക, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിച്ചു. ഈ ഹോം മീറ്റിങ്ങിനൊന്നും പോകുന്ന സമയത്ത് ഞാനൊന്നും ഇങ്ങനെ സംസാരിക്കുന്ന ആളായിരുന്നില്ല. ഒരു ഊമയെ പോലെ ഇങ്ങനെ ഇരിക്കും. എന്നോട് എന്താ പറയുന്ന സാധനങ്ങൾ ഞാൻ ഇങ്ങനെ കാണിക്കും, പ്രോഡക്റ്റുകൾ എടുത്ത് കാണിക്കും, ഒന്ന് ചിരിക്കും എന്നല്ലാതെ ഒരു കാര്യം എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അന്ന് അധ്യാപികയായിരുന്നു എന്ന് ഓർക്കണം. ആ ഒരു പ്രൊഫഷൻ ഒരിക്കലും എന്നെ ഇങ്ങനെ സംസാരിക്കാനായിട്ട് പ്രാപ്തിയാക്കിയിരുന്നില്ല. ഇന്ന് നിങ്ങളുടെ മുമ്പിലൊക്കെ ഇത്തിരി നേരം ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് എന്നെ പ്രാപ്തിയാക്കിയിട്ടുള്ള പ്രസ്ഥാനം എന്ന് പറയുന്നത് RCM ആണ്. അത് തന്ന ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു അനുഭവം, ആ ഒരു വഴികളിലൂടെ സഞ്ചരിച്ചപ്പോൾ നമുക്ക് എത്ര നേരം വേണമെങ്കിലും സംസാരിക്കുന്നതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. കാരണം ഇത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, അവരുടെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതാണ് ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ തന്നെ, നമ്മളിൽ ഒരു ഭാരിച്ച ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളത്. തുടക്ക കാലഘട്ടങ്ങളിൽ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് സാമ്പത്തികമായിട്ട് പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്. കാരണം അന്ന് ഒരു സ്റ്റാർ അച്ചീവർ ആയപ്പോഴും റോയൽറ്റി അച്ചീവർ ആയപ്പോഴൊക്കെ നമുക്ക് ഇൻകം കിട്ടുന്നുണ്ട്. പക്ഷെ അത് എവിടേക്ക് പോകുന്നു എന്നുള്ളത് കാണാൻ പറ്റുന്നില്ല.
കാരണം എന്താണ്, നിരന്തരമായ യാത്രകളാണ്. അതായത് ഒരാളെ കാണാൻ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കാണാനായിട്ട് ചിലപ്പോൾ ദൂരയാത്ര ചെയ്യേണ്ടതായിട്ട് വരും. അതിന് വേണ്ട എക്സ്പെൻസ് അല്ല, അതുപോലെ തന്നെ ഒന്നുമല്ലാത്ത ഒരു പിൻലെവലും അല്ലാത്ത സമയത്ത് പോലും വലിയ പ്രോഗ്രാമുകൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ കാണുന്ന വിജയിച്ച ലീഡേഴ്സ് ഒക്കെ അവരൊന്നും ഒരു പിൻലെവലിൽ പോലും എത്തിയിട്ടില്ല. സുജിത് സാറും മൂർത്തി സാറും ഒക്കെ ഒരു പിൻലെവലിലും എത്താത്ത സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ, വലിയ പ്രോഗ്രാമുകൾ ഏറ്റെടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞ ആളുകൾ വരാം, വരാതിരിക്കാം, നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ നഷ്ടങ്ങളെ കുറിച്ച് ഓർത്ത് അവിടെ ഇരുന്നിട്ടില്ല എന്ന് അല്ലെ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ചുറ്റും കാണുന്നത് മുഴുവൻ നെഗറ്റീവായിരുന്നു. അന്നൊന്നും ഒരു പോസിറ്റീവായിട്ട് ഒരു കാര്യം പോലും RCMൽ ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ആകെയുള്ള ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്തത് അതിന്റെ വിഷൻ, അതായത് അതിന്റെ ഫ്യൂച്ചർ, RCM നമ്മളെ ഒരു ഡയമണ്ട് എന്ന പദവിയിലേക്ക് എത്തിക്കും എന്നുള്ള ഒരു വിഷൻ അല്ലെങ്കിൽ ആ ഒരു സ്വപ്നം. ആ ഒരു സ്വപ്നത്തിന് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ ചുറ്റുമുള്ള ആ നെഗറ്റീവുകളൊക്കെ നിഷ്പ്രഭമായി എന്ന് വേണം പറയാൻ അല്ലെ. ഇന്ന് നിങ്ങൾക്കൊക്കെ അടുത്ത ഒരുപാട് തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരുപാട് PUCകളുണ്ട്, RCM ഔട്ട്ലെറ്റുകളുണ്ട്, വിജയിച്ച ലീഡേഴ്സ് ഉണ്ട് അല്ലെ. ഞാനന്ന് പറഞ്ഞു, ഞാൻ 2 വർഷം കരഞ്ഞിരുന്നപ്പോ അല്ലെങ്കിൽ സങ്കടപ്പെട്ടപ്പോ മകനെ നീ കരയല്ലേ, RCM എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഐശ്വര്യങ്ങൾ കൊണ്ടുവരുന്ന ഒരു വലിയൊരു പ്രസ്ഥാനാണെന്ന് പറഞ്ഞ് ഒരു കൗൺസലിംഗ് തരാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. ഇന്ന് നിങ്ങൾക്കൊക്കെ കൗൺസിലിംഗ് തരാൻ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങൾ വന്നാൽ അത് സോൾവ് ചെയ്യാനായിട്ട് ഇന്ന് ഒരുപാട് പേരുണ്ട് അല്ലെ. നെഗറ്റീവുകൾ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവുകൾ ഉണ്ടാവാം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്താണ്, ഇത് ഒരു ടീം വർക്കാണ്, അതിൻ്റെതായ നെഗറ്റീവ്നെസ് ഉണ്ടാവാം. പക്ഷേ നമ്മൾ നെഗറ്റീവുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സക്സസ് എന്നുള്ള ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ശരിക്കും എല്ലാവരും ആ ഒരു സ്ട്രോങ് സ്വപ്നം ഉണ്ടാവണം, ആ ഒരു വിഷൻ ഉണ്ടാവണം, എനിക്കൊരു ഡയമണ്ട് ആവണം എന്ന്. മൂർത്തി സാറിനെ പോലെ ആവണം അല്ലെങ്കിൽ സഫയർ ആവണം എന്നല്ല ആഗ്രഹിക്കേണ്ടത്. റീച്ച് ഡയമണ്ട് എന്ന പൊസിഷനിൽ എത്തുക, അതിൽ വിജയിച്ച ഏറ്റവും എന്താ പറയുക ഒരു വലിയൊരു വ്യക്തിത്വം എന്ന് പറയാൻ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് ഡോക്ടർ ഡയമണ്ട് ശ്രീ സുരേന്ദ്ര വട്സ്. ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തിന്റെ സിംപ്ലിസിറ്റി, എളിമ, വിനയം ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ കണ്ടുപഠിക്കേണ്ട ഒന്നാണ്. അദ്ദേഹത്തിന്റെ അറിവ്, ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയില് വർഷങ്ങളായിട്ടുള്ള അദ്ദേഹത്തിന്റെ അറിവ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തന പരിചയം, അതിൽ ഉയർന്ന ആളുകളുമായിട്ടുള്ള ഒരു സമ്പർക്കത്തിന്റെ ഫലമായിട്ട് ഇന്ന് ഡയറക്റ്റ് സെല്ലിങ്ങിൽ തന്നെ കൂടുതൽ നിയമാവലി ഇതൊക്കെ എഴുതുന്നതിലും കൂടുതൽ പോയിന്റുകൾ ആഡ് ചെയ്യുന്നതിലും ശ്രീ സുരേന്ദ്ര വട്ട് സാറിനുള്ള പങ്ക് വളരെ വലുതാണ് അല്ലെ. അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് പോലും ഡയറക്റ്റ് സെല്ലിങ്ങിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു, പിൽക്കാലത്ത് ഡോക്ടറേറ്റ് കിട്ടി ഡയറക്റ്റ് സെല്ലിംഗ് എന്ന ഒരു വിഷയത്തിൽ. ഇന്ന് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുണ്ട്, ചാറ്റ് വിത്ത് സുരേന്ദ്ര വട്സ്. അതിൽ എത്ര പ്രമുഖരാണ്, നമ്മൾ അതിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് എത്ര പ്രമുഖരായ വ്യക്തികളെയാണ് അദ്ദേഹം ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളത് അല്ലെ. നമ്മൾ കണ്ടിട്ടുള്ള ശ്രീ സന്തോഷ് നായരെ ഉൾപ്പെടെയുള്ള ഒരു സംഘം എന്ന് പറയാം, അത്രയും ആളുകളെ അദ്ദേഹം ഇതിനിടയ്ക്ക് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ആ ഒരു ചാനല് നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലെ യൂട്യൂബ് വീഡിയോസ്, ചിലപ്പോൾ നിങ്ങൾക്ക് ഹിന്ദി അറിയുന്നുണ്ടാവില്ല, പക്ഷെ എന്നാലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ചാനൽ ഇന്ന് വളരെ പ്രസിദ്ധമായിട്ട് ഇരിക്കുന്ന ഒരുപാട് പേര് ലൈക്ക് ചെയ്ത് ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു വലിയ യൂട്യൂബ് ചാനൽ തന്നെയാണ് ശ്രീ സുരേന്ദ്ര വട്ട് സാറിന്റെ. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വം അദ്ദേഹമാണ് ജൂലൈ 28-ന് നമ്മളെ കാണാനായിട്ട് വരുന്നത്. RCMൽ വിജയക്കൊടി പാറിപ്പിച്ച ഒരു വ്യക്തിത്വം അല്ലെ. ഞങ്ങൾക്ക് ഉണ്ടായ ഭാഗ്യം എന്ന് പറഞ്ഞാല് 2-3 തവണ അദ്ദേഹത്തിന്റെ വസതിയില്, ഡൽഹിയിലുള്ള അദ്ദേഹത്തിന്റെ വസതിയില് അദ്ദേഹത്തിന്റെ ഫാമിലിയോടൊപ്പം തന്നെ നമുക്ക് താമസിക്കാനായിട്ട്, ഒരു ദിവസം അന്തി ഉറങ്ങാനായിട്ടും അവരുടെ കൂടെ പഴയ കഥകൾ കേൾക്കാനും ഒക്കെ ആയിട്ടുള്ള ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. അപ്പോ അന്ന് ഇപ്പൊ ഈ കഴിഞ്ഞ നമ്മളുടെ നെക്സ്റ്റ് ജനറേഷൻ പ്രോഗ്രാമിന്റെ തലേ ദിവസം പോലും ഞങ്ങള് വട്ട് സാറിന്റെ വസതിയിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് സാറിന്റെ ഭാര്യയോടായിരുന്നു. എനിക്ക് കൂടുതൽ അദ്ദേഹത്തിന്റെ പഴയ കഥകൾ കേൾക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അന്ന് മാഡത്തിനോട് ചോദിക്കേണ്ടായി, പഴയ കഥകളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് ഇപ്പൊ ഞാൻ മൂർത്തി സാറിന്റെ കഷ്ടപ്പാട് ഞാൻ കണ്ടിട്ടുള്ളൂ. അതിലുപരി ഒന്ന് ആലോചിച്ച് നോക്കൂ, സിംഗിൾ പ്രോഡക്റ്റ് ഉള്ള സമയത്ത്, RCMൽ സിംഗിൾ പ്രോഡക്റ്റ് ഉള്ള സമയത്ത് ജോയിൻ ചെയ്ത അദ്ദേഹം അല്ലെ, അദ്ദേഹം ഒരു ഡയമണ്ട് ആയിട്ടുണ്ടെങ്കിൽ എവിടെയൊക്കെ അദ്ദേഹത്തിന് ടീം ഉണ്ടായിട്ടുണ്ടാവും അല്ലെ. ആലോചിക്കണം നമ്മള് ഈ ഒരു പ്രസ്ഥാനത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത്. ഒരുപാട് സ്ഥലത്ത്, അതും ഭാഷ അറിയാത്ത അദ്ദേഹത്തിന് ഇന്ന് സൗത്ത് ഇന്ത്യയിൽ, ഈ കൊച്ചു കേരളത്തിൽ വരെ ഇന്ന് നമ്മളൊക്കെ അദ്ദേഹത്തിന്റെ ടീമിലാണ്.
അപ്പൊ ഭാഷയൊന്നും ഈ ഒരു പ്രസ്ഥാനത്തില് നമ്മൾ വിജയിക്കണമെങ്കിൽ ഭാഷയൊന്നും ഒരു തടസ്സമല്ല എന്നുള്ളത് തെളിയിച്ച ഒരു വ്യക്തി തന്നെയാണ് ശ്രീ സുരേന്ദ്ര വാട്സ്. അവരുടെ പഴയ കഥകളൊക്കെ പറഞ്ഞു. കാരണം അവരൊരു ഫിനാൻഷ്യലി കഷ്ടപ്പെട്ട കാര്യം, അതുപോലെ ഫാമിലി ആയിട്ട് ഒരുപാട് പേര് ഇൻസൾട്ട് ചെയ്ത കാര്യം, അദ്ദേഹത്തിന് കേബിൾ ബിസിനസ് ഉണ്ടായിട്ട് അതൊക്കെ വിട്ട് ഇതിലേക്ക് വരുമ്പോൾ ഒരുപാട് പേര് എതിർത്ത കാര്യം അല്ലെ. പക്ഷെ അവര് ഫാമിലി ആയിട്ട് പിടിച്ചു നിന്നു. ഫാമിലിയിലാണെങ്കിലും അവർക്കും ഈ പറഞ്ഞ പോലെ ടെൻഷൻ ഉണ്ടായിരുന്നു, ആൻസൈറ്റി ഉണ്ടായിരുന്നു, വിജയിക്കുമോ എന്നുള്ളത്. പക്ഷെ അതിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് ഭാവിയിൽ പിന്നീട് കാണുന്നത് വിജയത്തിലേക്കുള്ള ഓരോ പടിയും എന്ന് പറയുന്നത് വിജയത്തിലേക്കുള്ള തിളക്കം തന്നെയായിരുന്നു. ഞങ്ങൾ വരുന്ന ആ സമയത്ത് ഡയമണ്ട് ശ്രീ സുരേന്ദ്ര വാട്സ് സാർ ഞങ്ങളോട് പറഞ്ഞു, എനിക്ക് രാത്രി 10 മണിക്ക് കിടക്കണം കേട്ടോ, 10:30 മാക്സിമം 10:30, അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇരിക്കില്ല, 10:30ക്ക് ഞാൻ കിടക്കും, ഏർലി മോർണിംഗ് ഞാൻ എണീക്കും എന്നും പറഞ്ഞു. ആ സൈക്കിൾ തെറ്റിക്കില്ല എന്നും പറഞ്ഞു. ഞാൻ അന്നേരം മൂർത്തി സാറിനെ ഒന്ന് നോക്കി, കണ്ടോ ഡയമണ്ട് എന്താ പറഞ്ഞിരിക്കുന്നേന്നുള്ളത്. പക്ഷെ അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നത് ഇതൊക്കെ ഡയമണ്ട് ആയ ശേഷമാണ്. അതിനു മുമ്പുള്ള പിൻ ലെവലിലൊന്നും അദ്ദേഹം ഉറങ്ങിയിട്ടേ ഇല്ല എന്നുള്ളത്. വീട്ടിലുണ്ടെങ്കിലല്ലേ ഉറങ്ങുന്നത്. കാരണം അത്രയും രാവും പകലും ഇല്ലാത്ത ആ ഒരു പ്രവർത്തനം തന്നെയാണ് അദ്ദേഹത്തെ ഇന്ന് ഡയമണ്ട് എന്നുള്ള ആ ഒരു വലിയ പദവിയിലേക്ക്. ഡയമണ്ട് ആവുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം, ആ ഒരു ആ ഒരു ടീം എടുത്ത് നോക്കിക്കഴിഞ്ഞാല് എത്ര സ്റ്റാർ സഫയർ ഉണ്ടാവും, എത്ര സഫയർ ഉണ്ട് അല്ലെ, എത്ര സ്റ്റാർ റൂബി, റൂബി, ഇങ്ങനെ പോയി കഴിഞ്ഞ് എത്ര പേരെ അദ്ദേഹം വിജയിപ്പിച്ചിട്ടുണ്ട്. ഒരു എണ്ണം എടുത്തു നോക്കൂ, എത്ര പേരെ അദ്ദേഹം വിജയിപ്പിച്ചിട്ട്, എത്ര ടെക്നിക്കൽ ലീഡേഴ്സ് ഉണ്ടാവും അല്ലെ. ഇത് ഏറ്റവും വലിയ ഒരു നന്മ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ടീം ശരിക്കും പറഞ്ഞാൽ വിജയിച്ച് കാണുക ഒരു ഡയമണ്ട് എന്ന പദവിയിൽ എത്തുമ്പോഴാണ് എന്നുള്ളതാണ് ഞാൻ അവിടെ ആ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. നമ്മളൊരു ഡയമണ്ട് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി മാത്രമല്ല വിജയിക്കുന്നത്, അതിലൂടെയുള്ള ഒരു ടീം വർക്ക്, അതിലൂടെ മറ്റുള്ളവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്, അത് ആരോഗ്യപരമായിക്കോട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാമൂഹികപരമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അതിൽ കിട്ടുന്ന ആ ഒരു വിജയത്തിന്റെ തിളക്കം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഈശ്വരാനുഗ്രഹം തന്നെയാണ് അല്ലെ. ശരിക്കും നമ്മളൊക്കെ ആഗ്രഹിക്കണം ആ ഒരു പൊസിഷനിലേക്ക് എത്താനായിട്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു റോയൽ ലൈഫ് അല്ലെ, ശരിക്കും അദ്ദേഹം ഒന്ന് റിലാക്സ്ഡ് ആണ്. 10 മണിക്ക് കിടക്കുന്നു, ഇതുപോലെ അദ്ദേഹത്തിന് തോന്നുമ്പോൾ എണീക്കാം, ഇതുപോലെ ഒരുപാട് പേര് വിളിക്കാനൊന്നുമില്ല. കാരണം എന്താണ്, അത്രയും ഡ്യൂപ്ലിക്കേഷൻ ആയി ടീം. അദ്ദേഹത്തിന് ഇന്ന് പല ലോകരാജ്യങ്ങളും ചുറ്റി സഞ്ചരിക്കുന്നു, ഫാമിലിയോടൊപ്പം എൻജോയ് ചെയ്യുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു വാട്സ് മാൻഷൻ എന്ന് പറഞ്ഞിട്ട്, അതായത് അവരുടെ ഫ്ലാറ്റ് അല്ലാതെ വേറൊരു കെട്ടിടം, ബഹുനില കെട്ടിടം, അത് വാട്സ് മാൻഷൻ. ശരിക്കും പറഞ്ഞാൽ ഞാനും മൂർത്തി സാറൊക്കെ ഈ മീഡിയ യൂസ് ചെയ്യണതിലും ഈ വീഡിയോ ആ സമയത്ത് എടുക്കുന്നതിലൊക്കെ കുറച്ച് പുവർ പെർഫോമൻസ് ആണ്. അന്ന് ശരിക്കും ഞങ്ങൾ അവരുടെ ആ ഒരു വാട്സ് മാൻഷൻ എന്നുള്ള അവരുടെ ഒരു ബഹുനില കെട്ടിടത്തില്, അതായത് ചാറ്റ്സ് വിത്ത് സുരേന്ദ്ര വേർഡ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ആ ചാനലൊക്കെ എവിടെ ഷൂട്ട് ചെയ്യണതെന്ന് അറിയാൻ പലർക്കും ആഗ്രഹമുണ്ട് അല്ലെ. അവരുടെ സ്വന്തമായിട്ടുള്ള ആ ഒരു ബഹുനില കെട്ടിടം കാണാനായിട്ടുള്ള ഒരു ഭാഗ്യം ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. അത് കണ്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഡയമണ്ട് ഒക്കെ ആകുമ്പോ അല്ലെ, നമ്മൾ പറയും ആ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ ആ അങ്ങേ അറ്റം എന്ന് പറയുന്നത്. അതൊക്കെ കണ്ട് എന്താ പറയാ, മനസ്സ് നിറഞ്ഞിട്ടാണ് ആ ഒരു നെക്സ്റ്റ് ജനറേഷൻ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് വന്നത്. ശരിക്കും ആ സ്റ്റുഡിയോയും അതിനോട് ചേർന്നിട്ടുള്ള അപ്പാർട്ട്മെന്റ്സും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അല്ലെ. അത് ശരിക്കും നമ്മൾ ഈ ചാനലിലൂടെ കണ്ടിട്ടുള്ളൂ. ആ റൂമൊക്കെ ശരിക്കും നമ്മൾ ഓർക്കും അത് അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഇപ്പോഴത്തെ പുതിയ മാതൃകയിലൊക്കെ ഉണ്ടാക്കിയിട്ട് യൂട്യൂബിൽ ചുമ്മാ കാണിക്കുന്നതാണ്. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനായിട്ട് ഫ്രെയിം ചെയ്തിട്ടുള്ള വലിയൊരു ബഹുനില സമുച്ചയം എന്ന് പറയാം. അങ്ങനെയുള്ള അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് അഭിമാനം തോന്നി നമ്മുടെ ഡോക്ടർ സുരേന്ദ്ര വാട്സ് സാറിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ. എന്നിട്ടും എത്ര സിംപ്ലിസിറ്റി, എത്ര വിനയത്തോടു കൂടിയാണ് അദ്ദേഹം നമ്മളോട് പെരുമാറുന്നത്. ഇത്രയും ഉയർന്ന നിലയിലുള്ള ഒരാള്. ഇന്ന് അദ്ദേഹത്തിന് കണ്ടിന്യൂസ് പ്രോഗ്രാമിനൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമ്മളൊക്കെ വിളിക്കും, സൗത്ത് ഇന്ത്യയിലേക്ക് വിളിക്കുന്നു, നോർത്ത് ഇന്ത്യയിൽ ഇതുപോലെ അദ്ദേഹത്തിന്റെ ടീം വല്ലപ്പോഴും ഒരു സന്ദർശനം, അതേസമയം അദ്ദേഹം ഫ്രീ ആയിട്ടിരിക്കുന്നു. ഇന്ന് അദ്ദേഹം നോക്കൂ, ഒരു ഡയറക്റ്റ് സെല്ലിംഗ് എന്നുള്ള ഒരു ബുക്ക് രചിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ ഹിന്ദി പതിപ്പ് കുറച്ച് വായിക്കുകയുണ്ടായി. ശരിക്കും എന്താ പറയാ, അതൊക്കെ നമ്മൾ വായിക്കണം. അതിന്റെ മലയാളം പരിഭാഷ വരാൻ പോവാണ്. തീർച്ചയായിട്ടും നമ്മളതൊക്കെ ഒന്ന് ആ ബുക്ക് കൈ കിട്ടുമ്പോൾ നമ്മളത് വായിക്കുക. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു ഡയറക്റ്റ് സെല്ലിങ്ങിലുള്ള എക്സ്പീരിയൻസ്, കടന്നുപോയിട്ടുള്ള വഴികള്, അതെല്ലാം അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് സന്തോഷം തോന്നി അദ്ദേഹത്തിന്റെ ആ ഒരു അന്ന് കഴിഞ്ഞ നെക്സ്റ്റ് ജനറേഷൻ പ്രോഗ്രാമിൽ അദ്ദേഹത്തോടൊപ്പം ചെലവാക്കാൻ കിട്ടിയ ആ ഒരു 24 മണിക്കൂർ. ഒരുപാട് സന്തോഷം അദ്ദേഹത്തിന്റെ ഫാമിലിയോടുകൂടി ഉള്ളപ്പോഴുള്ള ഒരു ഇതെന്ന് പറയുന്നത്
ശരിക്കും ഇതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ്. നമ്മളിനി ഡൽഹിയിൽ നിങ്ങൾ പോകുമ്പോൾ തീർച്ചയായിട്ടും ഡോക്ടർ സുരേന്ദ്ര ഭട്ട് സാറിന്റെ ഈ വാട്സ് മാൻഷൻ, അദ്ദേഹത്തിന്റെ ആ ബഹുനില കെട്ടിടം അല്ലെ, നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവും ചാറ്റ് വിത്ത് സുരേന്ദ്ര ഭട്ട് സാർ, ആ സ്റ്റുഡിയോ കാണാനും അതിനോട് ചേർന്നിട്ടുള്ള അപ്പാർട്ട്മെന്റ് ഒക്കെ കാണാനായിട്ട് ആഗ്രഹം നിങ്ങളിൽ പലർക്കും ഉണ്ടാവും അല്ലെ. നമ്മൾ ഷാരൂഖ് ഖാന്റെ മനസ്സിലൊക്കെയാണ് ഇതിനകത്ത് കണ്ടിട്ടുള്ളത്. അതിനൊക്കെ വെല്ലുന്ന തരത്തിലുള്ള അടിപൊളി കെട്ടിടം, അതൊക്കെ കാണാനുള്ള യോഗം നമുക്ക് ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഡൽഹിയിൽ നടക്കുന്ന പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുക, ലീഡേഴ്സിനോടൊപ്പം സഞ്ചരിക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള ഭാഗ്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഉണ്ടാവും. ഇതൊക്കെ കാണണം, നമുക്ക് എല്ലാവർക്കും ഡയമണ്ട് ആവണം അല്ലെ. പക്ഷേ നമ്മുടെ ഉള്ളില് കിടക്കുന്ന കുറെ കാര്യങ്ങൾ മൂർത്തി സാർ എപ്പോഴും പറയാറുണ്ട്, 2D, മടി പേടി. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ മടി പേടി മാത്രമൊന്നും അല്ല, ഇതില് നാണം എന്നുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ നമുക്കായിട്ട് ഒരു ഒരു ഇത് കെട്ടിയിരിക്കുകയാണ്, ഒരു ബൗണ്ടറി കെട്ടിയിരിക്കുകയാണ്. അതായത് ഈ ഞാൻ ഇങ്ങനെയൊക്കെയാണ് അല്ലെ, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ കുറിച്ച് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള കുറെ തോന്നലുകളാണ് തീർച്ചയായിട്ടും പലരെയും ഈ പ്രസ്ഥാനത്തിന്റെ നന്മ അറിഞ്ഞിട്ട് പോലും അവരെ ഇങ്ങനെ പിന്തള്ളുന്നത്, തീർച്ചയായിട്ടും അല്ലെങ്കിൽ പിൻവലിക്കുന്നത് ഇതുപോലെയുള്ള ചിന്തകളാണ്. തീർച്ചയായിട്ടും ആ ചിന്തകളൊക്കെ ഒന്ന് മാറ്റിവെച്ചാൽ, നിങ്ങളിപ്പോ ഇന്ന് കാണുന്ന ലീഡേഴ്സൊക്കെ എനിക്ക് കുറെ കാലങ്ങളായിട്ട് അറിയുന്ന ലീഡേഴ്സാണ്. അവരൊക്കെ ഇതുപോലെ നിങ്ങൾ ഇന്ന് കാണുന്ന പോലെ സ്മാർട്ടായിട്ട് സംസാരിക്കുന്ന ആളുകളെയല്ല, സാധാരണക്കാരായ ആളുകളായി, സാധാരണക്കാരിലും സാധാരണക്കാര്. മൂർത്തി സാറൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു അന്തർമുഖനായ ഒരു വ്യക്തി തന്നെയായിരുന്നു. അതുപോലെ ഇന്ന് ഞാൻ കണ്ടിട്ടുള്ള ലീഡേഴ്സ് എല്ലാവരും അങ്ങനെ ഒരുപാട് സംസാരിക്കുന്നവരോ അല്ലെങ്കിൽ ഒരുപാട് ഈ സ്റ്റേജ് ഇളക്കി മറിച്ച് പ്രകടനം നടത്തുന്ന ആളുകളോ ഒന്നും അല്ലായിരുന്നു, വെറും സാധാരണക്കാര്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പല പ്രോഗ്രാമിലും നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട്, അതായത് ഇങ്ങനെ ഒരു ലോകം, നമ്മളെയൊക്കെ മാറ്റാൻ കഴിയുന്ന, നമ്മളെയൊക്കെ ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയുന്ന ഒരു ലോകം ഇവിടെ ഉണ്ട്, ഏതൊരു സാധാരണക്കാരനും വിജയിക്കാൻ കഴിയുന്ന ഒരു ലോകം ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത്. ഇന്ന് മൂർത്തി സാറിന്റെ ടീം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അതിലെ എമറാൾഡ് ലീഡേഴ്സിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ പലരും പലവിധ പ്രൊഫഷനിലുള്ളവരാണ്. അതിൽ ടിപ്പർ ലോറി ഡ്രൈവർ ഉണ്ട്, SI ആയിട്ട് റിട്ടയർ ആയ ആളുണ്ട്, മരപ്പണി ചെയ്ത ആളുകളുണ്ട് അല്ലെ. ശരിക്കും ഇങ്ങനെ നമ്മൾ അവരുടെ ഒരു ലിസ്റ്റ് നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. സാധാരണക്കാർ, വിദ്യാഭ്യാസം ഉള്ളവര്, വിദ്യാഭ്യാസം ഇല്ലാത്തവര്, ഏറെ കുറെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ. എമറാൾഡ് ആൻഡ് എബോവ് ലീഡേഴ്സ് ലിസ്റ്റാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അവർക്കൊക്കെ ഈ ഒരു സിസ്റ്റത്തില് വിജയിക്കാൻ പറ്റും അല്ലെ. ഏതൊരു സാധാരണക്കാരനും വിജയിക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ് RCM. പക്ഷേ നെഗറ്റീവുകളെ അതിജീവിക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവണം. ഒരു ടീമിനെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവണം. നമ്മുടെ വാക്കുകളിൽ വിനയം ഉണ്ടാവണം, അറിവുണ്ടാവണം അല്ലെ, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മളിൽ ഉണ്ടാവണം. ഇതൊക്കെ ശരിക്കും പറഞ്ഞ RCM നമുക്ക് തരുന്ന സമ്പാദ്യമാണ്. തുടക്കത്തിൽ ഇതൊന്നും ഉണ്ടാവും എന്ന് ഞാൻ പറയണില്ല. ഇതൊക്കെ RCM നമുക്ക് തരുന്ന ബോണസാണ്. നമ്മുടെ സ്വഭാവങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ പോലും, ഇപ്പൊ നിങ്ങൾ ഇന്ന് ബോണസ് ഇങ്ങനെ കയ്യിൽ കാണുന്ന എമൗണ്ട് ആയിരിക്കും, പക്ഷെ ഞാൻ RCMൽ കണ്ടിട്ടുള്ള ബോണസ് അതല്ല. എനിക്ക് RCM തന്നിട്ടുള്ള ബോണസ് എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവങ്ങളിൽ വന്ന വ്യത്യാസം തന്നെയാണ്. ഒരുപാട് ക്ഷമ നൽകി, സഹനശക്തി, ഇതൊന്നും ഞാൻ അധ്യാപികയായിരുന്ന സമയത്ത് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ അധ്യാപികയായിരുന്ന സമയത്ത് ഒരു അനുമോദനം പോലും, നമ്മളെ എൻകറേജ് ചെയ്യില്ലേ, അതുപോലും കിട്ടിയില്ല. ഒരു ഓക്കെ, നീ നല്ലൊരു ടീച്ചറാണ്, നിനക്ക് ഇരിക്കട്ടെ ഒരു ട്രോഫി എന്ന് പറഞ്ഞിട്ട് എൻ്റെ 17 വർഷത്തെ അധ്യാപക ജീവിതത്തിൽ എനിക്കൊരു ട്രോഫി പോലും കിട്ടിയിട്ടില്ല. അത് അധ്യാപക പ്രൊഫഷൻ മാത്രമല്ല, ഒരു പ്രൊഫഷനിലും നമുക്ക് എന്ത് നല്ലത് ചെയ്താലും ചിലപ്പോൾ ആ ഒരു നെഗറ്റീവിനെ ആയിരിക്കും ആളുകൾ കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്യാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ RCM എന്നുള്ള പ്രസ്ഥാനത്തില് അല്ലെ, നമ്മളൊരു ചെറിയ ടാർഗറ്റ് ചെയ്താൽ പോലും, അല്ലെങ്കിൽ നമ്മുടെ പിൻലെവല് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എന്തുമായിക്കോട്ടെ, അവിടെ അനുമോദനങ്ങളുടെ പൂച്ചെണ്ടുകളാണ്. തീർച്ചയായിട്ടും ഈ അനുമോദിക്കുക, മനസ്സ് തുറന്ന് അനുമോദിക്കുക എന്ന ഒരു ചടങ്ങ്, അല്ലെങ്കിൽ അതൊക്കെ ശരിക്കും പറഞ്ഞ RCMൽ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ ആളുകളിൽ ശരിക്കും പറഞ്ഞ സാധാരണക്കാരെ, നമ്മൾ പറയും സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ നമ്മൾ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ തീർച്ചയായിട്ടും അസൂയ ഉണ്ടാവും, കുശുമ്പ് ഉണ്ടാവും, എല്ലാം ഉണ്ട്, ദേഷ്യം, എല്ലാം ഉണ്ട്, പലതരം ഇമോഷൻസ് നമുക്കുണ്ട്. ഇതിനെയൊക്കെ ഒരു പടി ഉയർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറക്കാരിയല്ല. അത് RCM നമ്മളിൽ തരുന്ന ആ ഒരു ട്രാൻസ്ഫർമേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോണസ് എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവങ്ങളിൽ വരുന്ന മാറ്റങ്ങളും കൂടെ ഉണ്ട് അല്ലെ. വിനയം എന്ന് പറയുന്നത് ശരിക്കും നമ്മളത് വീട്ടിൽ പഠിക്കുന്നതാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ ഇന്നത്തെ സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകെട്ടുകളിൽ നിന്നൊക്കെ അതൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുപോവാണ്. പക്ഷെ ആ ഒരു ശീലം, നല്ല കാര്യങ്ങള്, നല്ല ശീലങ്ങള് RCM
നമ്മൾ അറിയാതെ നമ്മളിൽ ഏൽപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിലൂടെ വളരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ഞാനും മൂർത്തി സാറും ഞങ്ങൾ പറയുന്നത് ഫാമിലി ആയിട്ട് RCM ചെയ്യണം എന്ന്. RCM ഫാമിലി ആയിട്ട്, ഏത് മീറ്റിംഗ് ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ഏത് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആയിക്കോട്ടെ, സൂം പ്രോഗ്രാം ആയിക്കോട്ടെ, ഫാമിലി ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ബോണസ്, പിൽക്കാലത്ത് കിട്ടുന്ന ബോണസ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് മാത്രമല്ല, അത് കുടുംബങ്ങളിൽ പോലും, അല്ലെ, അവരുടെ നമ്മളുടെ സ്വഭാവങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ, ആളുകളെ ഉൾക്കൊള്ളാൻ, സ്നേഹിക്കാൻ, അല്ലെ, അതിനൊരു കഴിവ് തന്നെ വേണം. നമ്മുടെ ടീമില് ഇപ്പൊ ഇന്ന് കാണുന്ന 5 or 10 ആളല്ല, അല്ലെ, നിങ്ങളൊന്ന് എണ്ണി നോക്കൂ. ഡയമണ്ട് ആയിട്ടുള്ള വ്യക്തിയുടെ ഒരു ടീം എന്ന് പറയുന്നത്, അദ്ദേഹം അത് കോർഡിനേറ്റ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന്റെ ക്ഷമ, അദ്ദേഹം ആ ടീം മെമ്പേഴ്സിനോട് കാണിക്കുന്ന സ്നേഹം, സഹനശക്തി, ഒരുപാട് വാല്യൂസ് ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ വാല്യൂസ് പറയാൻ നിന്ന ഒരുപാട് എണ്ണി 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 പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് RCMന്റെ പേര് മാറ്റിയിട്ട്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, RCMന്റെ താഴെ എന്താണ് എഴുതിയിരിക്കുന്നത്? RCM ട്രാൻസ്ഫോമിംഗ് ലൈഫ് വിത്ത് ദ പവർ ഓഫ് വാല്യൂസ്. പണ്ട് അങ്ങനെ ആയിരുന്നില്ലല്ലോ എഴുതിയിരുന്നത്, വിത്ത് ദ പവർ ഓഫ് വാല്യൂസ്. ഞങ്ങളൊക്കെ ശരിക്കും പറഞ്ഞ അതിൽ ജീവിച്ച് ഈ ഒരു 19 വർഷത്തെ ഒരു എക്സ്പീരിയൻസും കൂടെ വരുമ്പോൾ ശരിക്കും ഞങ്ങളിൽ വന്ന മാറ്റം സംസാരത്തിൽ മാത്രമല്ല, ഇന്ന് സ്വഭാവങ്ങളിലും, നമ്മുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഒരുപാട് മാറ്റം. അത് എനിക്ക് മാത്രമല്ല, ഇന്ന് പല ലീഡേഴ്സും അവര് ഷെയർ ചെയ്യാറുണ്ട് അവരുടെ സ്വഭാവങ്ങളിൽ വന്ന മാറ്റങ്ങൾ. ക്ഷിപ്രകോപികളായിട്ടുള്ള ലീഡേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് അവരൊക്കെ ആട്ടിൻകുഞ്ഞുങ്ങളായിട്ട് മാറി എന്നുള്ളതാണ്. അതാണ് RCM നമുക്ക് തരുന്ന, ഞാൻ പറയുന്ന നമ്പർ 1 ട്രാൻസ്ഫർമേഷൻ അതാണ്. പിന്നെയാണ് സംസാരം. നമ്മുടെ സ്വഭാവങ്ങളിൽ തന്നെയാണ് മാറ്റം വരേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു വലിയ ടീം, അല്ലെ, നിങ്ങൾക്കൊക്കെ വലിയൊരു സ്വപ്നം ഉണ്ടാവും, ഒരു ടീമായിട്ട് നയിച്ചു കൊണ്ടുപോയി ഒരു ഡയമണ്ട് ആവുക എന്നുള്ള സ്വപ്നം, അല്ലെ, സഫയർ ആവുക എന്നുള്ള സ്വപ്നം, ഒരു കോർ ലീഡർ ആവുക എന്നുള്ള സ്വപ്നം എല്ലാവരിലും ഉണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, അതിന് എന്താണ് പിന്നീട് ഈ വരുന്ന പ്രതിബന്ധം എന്നുള്ളതാണ്. ഇതിൽ എന്താണ് പ്രതിബന്ധം വരുന്നത്? ഈ ശരിക്കും ഈ RCM നിങ്ങളൊരു പ്രൊഫഷനായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട വർക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ട ഒരു വർക്ക്? ഒന്നേ ഉള്ളൂ, വൈ RCM എന്ന ഒബ്ജക്റ്റീവ്. RCM എന്തിന്, RCM പ്രോഡക്റ്റുകൾ എന്തിന് എന്ന ഒബ്ജക്റ്റീവ് സാധാരണ ജനങ്ങളിൽ, നിങ്ങൾ ആരോടാണോ പറയുന്നത് അവരിൽ ആ ഒബ്ജക്റ്റീവ് ക്ലിയർ ആയിരിക്കണം. അതിന്റെ ഒബ്ജക്റ്റീവ് അത് ക്ലിയർ അല്ലെങ്കിൽ, നിങ്ങൾക്ക് അത് ക്ലിയർ ആക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ ഉദ്യമം അവിടെ ഫെയിലായി എന്നർത്ഥം, അല്ലെ? പക്ഷെ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു പ്രാവശ്യം RCMനെ കുറിച്ച് പറഞ്ഞു, 2 പ്രാവശ്യം RCMനെ കുറിച്ച് പറഞ്ഞു, അവർക്കൊന്നും മനസ്സിലാവില്ല. കാരണം RCM എന്ന് പറയുന്നത് ഒരു ബൃഹത്തായൊരു വലിയൊരു സിസ്റ്റമാണ്. അത് ഒരാളോട് ഒരു പ്രാവശ്യം പോയി പറയാൻ നമുക്ക് ആദ്യം ഒന്ന് പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനായിട്ട് സാധിക്കും. ഒരു വ്യക്തിയോട് 1-to-1 മീറ്റിംഗ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു പ്രോഡക്റ്റ് പറയാൻ സാധിക്കുന്നുണ്ടോ? അത് കഴിഞ്ഞ് ആ ഇരിക്കുന്ന വ്യക്തി മൂഡ് ഓഫ് ആവുമ്പം തന്നെ നമ്മൾ പതുക്കെ വിഷയം മാറ്റി പിന്നീട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ കാണാമെന്നും പറഞ്ഞ് പിരിയുന്നുണ്ടാവും, അല്ലെ? ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു ഫോളോ അപ്പ് തന്നെയാണ് ഒരു വ്യക്തിക്ക് ശരിക്കും പറഞ്ഞ RCM എന്നുള്ള ഒബ്ജക്റ്റീവ് ക്ലിയർ ആക്കി കൊടുക്കുന്നതിന്. ശരിക്കും ഒരുപാട് നമ്മളായിട്ട് ട്രൈ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് സ്റ്റെപ്പുകൾ വരുന്നുണ്ട്, ഫോളോ അപ്പിൻ്റെതായിട്ടുള്ള സ്റ്റെപ്പുകൾ. പക്ഷെ ഇതിനൊക്കെ ഈസിലി നമുക്ക് ചെയ്യാം ഇതുപോലെയുള്ള വലിയ പ്രോഗ്രാമുകളിൽ ഒന്ന് കൊണ്ടുപോയിട്ട് ഇരുത്തിയാൽ മതി. നിങ്ങളായിട്ട് ചെയ്യുമ്പോൾ ശരിക്കും എനിക്ക് പറ്റും എന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അതിൽ ഒരുപാട് സ്റ്റെപ്പുകൾ, ഒരു വ്യക്തിക്ക് വേണ്ട കൗൺസിലിങ്ങിൽ തന്നെ ഒരുപാട് സ്റ്റെപ്പുകളിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ആ ഫോളോ അപ്പിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് RCMനെ ഒന്നും അവതരിപ്പിക്കാൻ പറ്റില്ല, അല്ലെ? RCM ഒരു പരിചയം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആ വീഡിയോ നമുക്കൊന്ന് ജസ്റ്റ് കാണിച്ചു കൊടുത്താൽ തന്നെ RCMന്റെ വിഷൻ അല്ലെങ്കിൽ RCMന്റെ ഒബ്ജക്റ്റീവ് ക്ലിയർ ആണ്. ആ വീഡിയോ മതി, സമ്മതിച്ചു. പക്ഷെ അതിനൊരു നമ്മുടെ ആഗ്രഹം നമ്മളെ പോലെ, അല്ലെ, ഡ്യൂപ്ലിക്കേഷൻ. ഇന്ന് പലരും പറയുന്നത്, മാഡം ആ ഒരു ഡ്യൂപ്ലിക്കേഷൻ ഇങ്ങോട്ട് വരുന്നില്ല എന്നുള്ള, അല്ലെ? അത്ര പെട്ടെന്ന് ഡ്യൂപ്ലിക്കേഷൻ വരുമോ? എത്ര സമയം എടുക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ 100 പേരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 പേർക്കായിരിക്കും അതിന്റെ എന്തെങ്കിലും ഒരു തന്തു മനസ്സിലാവണം, അല്ലെ? അതാണ് പ്രൊപ്പോർഷൻ. 100 പേരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10, അപ്പൊ 1000 പേരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പേർക്കായിരിക്കും അത് മനസ്സിലാവുക, അല്ലെ? ശരിക്കും പറഞ്ഞ ഇതൊക്കെ ആ ഒരു വിരലിൽ എണ്ണാവുന്ന ആളുകളായിരിക്കും നിങ്ങൾ പറഞ്ഞിട്ടുള്ളതിന്റെ ആ ഒരു വൈ RCM എന്ന ഒബ്ജക്റ്റീവ് ക്ലിയർ ആയിട്ട് വരുന്ന ആളുകൾ എന്ന് പറയുന്നത്. കാരണം പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് പെട്ടെന്ന് ഈ ഒരു രംഗത്തേക്ക് കടക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. പറഞ്ഞ് അല്ലെ, ഈ നമ്മൾ ടൈലറിങ് പ്രൊഫഷൻ കണ്ടിട്ടില്ലേ? ആദ്യമായിട്ട് ടൈലറിങ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പഴംതുണിയിലായിരിക്കും പഠിക്കുക. കുറെ ചവിട്ടി തന്നെയാണ് തുണികൾ നന്നായിട്ട് തയ്ക്കാനായിട്ട് അവർ പഠിക്കുന്നത്.
അതുപോലെയാണ് RCM. RCMനെ കുറിച്ച് നമ്മൾ ആദ്യം പറയുമ്പോഴൊക്കെ ശരിക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഞങ്ങൾ മുർസാറും ഒക്കെ ആയിട്ട് ഇറങ്ങുന്ന സമയത്ത് അത്ര നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും നമ്മൾ പറയുന്ന അത്ര ശരിയായ രീതിയിലല്ല, പ്രസന്റ് ചെയ്യുന്നത് ശരിയായ രീതിയിലല്ല, എന്തൊക്കെയോ മിസ്റ്റേക്സ് ഉണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയല്ല, കുറച്ചുകൂടി ഭംഗിയാക്കാമായിരുന്നു. പക്ഷെ അതൊക്കെ ഭംഗിയായി പറഞ്ഞ് പദം വരും. അല്ലെ, നമുക്ക് നമ്മളിൽ കോൺഫിഡൻസ് ഉണ്ടാവണം. തുടക്കകാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതായത് ആ തുടക്കക്കാർക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അതായത് കോൺഫിഡൻസ് കുറവ് വരും. പക്ഷെ അതൊക്കെ പിൽക്കാലത്ത് RCM തന്നെ കോൺഫിഡൻസ് തരും. എങ്ങനെ? നിങ്ങൾ ഈ ഒരു പ്രോസസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം. ഡെയിലി ഇറങ്ങണം. ഞാൻ പറയുന്നത് RCMന് നിങ്ങളൊരു പാർട്ട് ടൈം ആയിട്ടോ ഒന്നുമല്ല ചെയ്യേണ്ടത്. ഇത്രയും വലിയൊരു പ്രൊഫഷൻ ഇന്ന് ഈ ലോകത്ത് വേറെ ഇല്ല എന്നാ ഞാൻ പറയാം. കാരണം അത് മനസ്സിലാക്കണമെങ്കിൽ ഡൽഹി ആനിവേഴ്സറി പ്രോഗ്രാമിൽ പങ്കെടുത്താൽ നിങ്ങൾ ഒരു പക്ഷേ അത് മനസ്സിലാവില്ല. നിങ്ങൾക്ക് അത് മനസ്സിലാവണമെങ്കിൽ RCMന്റെ ഡൽഹി നെക്സ്റ്റ് ജനറേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കണം. നെക്സ്റ്റ് ജനറേഷൻ പ്രോഗ്രാമിൽ RCMന്റെ ആ ഒരു ഫ്യൂച്ചർ അത് മനസ്സിലാക്കാനായിട്ട് യൂത്ത് ആയിട്ടുള്ള കുട്ടികൾ, അതായത് യൂത്ത് നമ്മുടെ കുട്ടികളെയൊക്കെ പങ്കെടുപ്പിച്ചിട്ടും കൊണ്ടുള്ള വലിയൊരു പ്രോഗ്രാം ആയിരുന്നു ഇപ്പൊ ഈ ജൂലൈയിൽ തന്നെ അവിടെ അരങ്ങേറിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു, ഞാൻ മുർസാറിനോടും പറഞ്ഞു, നമ്മൾ ആനിവേഴ്സറി പ്രോഗ്രാംസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് കൊട്ടിഘോഷിച്ച് നടക്കുന്നത്. ഒരുപാട് പേരെ കേരളത്തിൽ നിന്ന് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു നെക്സ്റ്റ് ജനറേഷൻ പ്രോഗ്രാം ഡൽഹിയിൽ നടക്കുന്ന പ്രോഗ്രാമുകളിലാണ് കൂടുതൽ പേരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്. അതും ഫാമിലി ആയിട്ട് പോകണം. അല്ലെ, അച്ഛൻ, അമ്മ, അതുപോലെ മുതിർന്ന കുട്ടികൾ. വലിയ ചെറിയ കുട്ടികളെ കൊണ്ടുപോകാനല്ല പറയുന്നത്, മുതിർന്ന കുട്ടികൾ. അവര് മനസ്സിലാക്കണം RCMന്റെ ഫ്യൂച്ചർ, ഭാവി എന്താണെന്നുള്ളത്. ഇന്ന് പലരും പല കോഴ്സുകളും ചെയ്യുന്നുണ്ടാവും, അല്ലെ? പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട്, ആർ ദേ ഹാപ്പി ഇൻ ദെയർ പ്രൊഫഷൻ? ഞാൻ അതാ ചോദിക്കണത്. ഒരു കുട്ടി അല്ലെങ്കിൽ ഇപ്പം കുടുംബത്തിൽ പലരും ജോലി ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കൂ, നിങ്ങൾ ചെയ്യുന്ന പ്രൊഫഷനിൽ ഹാപ്പി ആണോ? അവർക്ക് കിട്ടുന്ന ആ ഇൻകം അത് എത്രത്തോളം ലഭിക്കും? അല്ലെങ്കിൽ അതിന്റെ ഒരു മാക്സിമം ഇൻകത്തിന്റെ ഒരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ, അല്ലെ? ശരിക്കും നമ്മൾ അവിടേക്ക് ഒരു അവയർനെസ് കൊടുക്കാൻ പറ്റിയാല്, ഇപ്പൊ ഇന്ന് നമ്മളുടെ എമറാൾഡ് ആൻഡ് എബോവ് ലീഡേഴ്സിന്റെ സ്കെയില് തന്നെ നോക്കൂ, സാലറി സ്കെയില്. ആ ഒരു സ്കെയില് നമ്മൾ ആ കുട്ടികളെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും ബോധ്യം വരും, RCM is the right profession which they have to do in this time. ശരിക്കും മനസ്സിലാവും. അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരേ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയോടത്തോളം എന്റെ എക്സ്പീരിയൻസിൽ, നെക്സ്റ്റ് ജനറേഷൻ പ്രോഗ്രാം, അതും ഡൽഹിയിൽ വെച്ച് നടത്തുന്ന പ്രോഗ്രാം. അതില് മുകേഷ് കോഠാരി സർ, അദ്ദേഹം സ്റ്റാർ സഫയർ ആണ്. അദ്ദേഹത്തിന്റെ മകൾ നല്ലൊരു പ്രൊഫഷനിൽ ഇരുന്ന കുട്ടിയായിരുന്നു. ആ കുട്ടി ആ ജോലി റിസൈൻ ചെയ്തിട്ട് ഇന്ന് RCMനോടൊപ്പം ഉണ്ട്. അതുപോലെ ഡോക്ടർ സുരേന്ദ്ര വട്ട് സാറിന്റെ മകൻ, ആ കുട്ടി BTech MTech ഒക്കെ കഴിഞ്ഞിട്ട് ആമസോണിൽ ജോലി ചെയ്ത മോനായിരുന്നു. അവനും അത് റിസൈൻ ചെയ്തിട്ട് ഇന്ന് അച്ഛനോടൊപ്പം ഉണ്ട്. ലീഡറായിട്ട് ഒരുപാട് പേരെ ലീഡ് ചെയ്തിട്ട് ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അവര് ആ ഒരു പ്രൊഫഷൻ ആക്കിയിട്ട് കുട്ടികൾ എടുക്കുന്ന ഒരു ചിത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ന് ഞാനും എൻ്റെ മകനോട് പറഞ്ഞത്, നീ MBBS ഒക്കെ ചെയ്തോ, കാരണം നമുക്ക് അറിവ് ആവശ്യമാണ്. ഇനി വേണമെങ്കിൽ PG ചെയ്തോ, ബട്ട് യുവർ പ്രൊഫഷൻ ഷുഡ് ബി RCM. ഞാൻ എൻ്റെ മോനോട് അതാ പറഞ്ഞിരിക്കുക. അല്ലാതെ വേറെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇരുന്നിട്ട് രാപ്പകൽ പണിയാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ ഇരുന്ന് രാപ്പകൽ നമ്മുടെ RCM ഫാമിലിക്ക് വേണ്ടി വർക്ക് ചെയ്യൂ, ഒരുപാട് പേരെ രക്ഷപ്പെടുത്തുക, ഒരുപാട് ഫാമിലികളിൽ ആരോഗ്യം കൊടുക്കുക, ഒരുപാട് ഫാമിലികളിൽ ഐശ്വര്യവും കൊടുക്കുക. TCG അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലെ? നമ്മളൊന്ന് എന്താ പറയുക, ഒരു ഏകോപനാണ്. ശരിക്കും പറഞ്ഞാൽ വലിയൊരു യൂണിറ്റിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞ ആ ഒരു വാല്യൂ മാത്രം മതി. ഒരുപാട് കുടുംബങ്ങളിൽ ആരോഗ്യം ഉണ്ടാക്കുന്ന ഒരു നെറ്റ്വർക്ക്, ഒരുപാട് ഫാമിലികളിൽ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു നെറ്റ്വർക്ക്, അല്ലെ? അതുപോലെ ഒരുപാട് കുടുംബങ്ങളിൽ ജനറേഷനോളം, തലമുറകളോളം സുഖമായിട്ട് വാഴാനുള്ള ഒരു വലിയ നെറ്റ്വർക്ക്, വുമൺ എംപവർമെന്റിനുള്ള വലിയൊരു നെറ്റ്വർക്ക്, അല്ലെ? ഇന്ന് ധാരാളം സ്ത്രീകള്, പ്രത്യേകിച്ച് കീസോൾ എന്നൊരു സെഗ്മെന്റ് വന്നപ്പോഴേക്കും ഒരുപാട് സ്ത്രീകൾ ഇതൊരു പ്രൊഫഷൻ ആക്കി എടുക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹമായിട്ട് തന്നെയുണ്ട്. പക്ഷെ അവരെയൊക്കെ നമ്മളൊന്ന് ഗൈഡ് ചെയ്യുകയാണെങ്കിൽ, പലരും ആ ഒരു സെയിലിൽ മാത്രമായിട്ട് ഒതുങ്ങിയിരിക്കുകയാണ്. സെയിൽ മാത്രം പോരാ, നമുക്ക് വേണ്ടത് പാസീവ് ഇൻകം ആണ്, അല്ലെ? നമ്മുടെ തലമുറകൾക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കുക. തലമുറകൾക്ക് മാത്രമല്ല, ഈ ഒരു ജന്മം, അല്ലെ, ഈശ്വരൻ തന്നിട്ടുള്ള ഒരേ ഒരു ജന്മമാണ്. ഈ ഒരു ജന്മം സുഖിച്ച് ജീവിക്കണം. നമ്മൾ ഒരുപാട് പേര് സുഖിച്ച് ജീവിക്കുന്നത് കണ്ട് നമ്മൾ ജീവിക്കാം. നമുക്ക് മാത്രം ഐശ്വര്യം ഉണ്ടായി കഴിഞ്ഞാൽ കാര്യമില്ല, അല്ലെ? നമ്മൾ മാത്രം സമ്പന്നരായിട്ട് യാതൊരു കാര്യമില്ല.
നമ്മൾ മാത്രം ആരോഗ്യവാന്മാരായിട്ട് യാതൊരു കാര്യമില്ല. നമുക്ക് ചുറ്റുമുള്ള സമൂഹം കൂടി അതുപോലെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആ ഒരു സുഖം അനുഭവിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ചുറ്റും ഒരുപാട് പേര് കടന്ന് കഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സുഖം എൻജോയ് ചെയ്യാനായിട്ട് പറ്റില്ല. അവിടെയാണ് TCG നമുക്ക് തരുന്ന ആ ഒരു വിഷൻ എന്ന് പറയുന്നത്. അല്ലെ, എല്ലാവരോടും ആ ഒരു സമവർത്തിത്വത്തോടെ അല്ലെങ്കിൽ സാഹോദര്യത്വത്തോടെ നമ്മളൊന്ന് ചേർത്ത് നിർത്തുക, സ്നേഹത്തോടെ ചേർത്ത് നിർത്തുക. അതാണ് അദ്ദേഹം നമ്മളെ പരിശീലിപ്പിക്കുന്നത്. ഈ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന RCMന്റെ ഈ ഒരു പൊരുൾ എന്ന് പറയുന്നത് അത് മാത്രമാണ്. സ്നേഹത്തോടെ, ക്ഷമയോടെ, സമത്വത്തോടെ നമ്മൾ എല്ലാവരും ഒരു ടീമായിട്ട് ചേർന്ന് നിന്ന് മുന്നോട്ട് വിജയിച്ച് ഓരോ പടികളും കയറി അവസാനം ആ ഒരു ഡയമണ്ട് എന്ന പദവിയിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത്. അപ്പോൾ ജൂലൈ 28-ന് നിങ്ങൾ ചെയ്യേണ്ട, ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ജൂലൈ 28-ന് ഏറ്റവും, ഞാൻ RCM എന്ന സിസ്റ്റത്തിൽ ഏറ്റവും വിജയിച്ച വ്യക്തിയാണ് ഡോക്ടർ ഡയമണ്ട് സുരേന്ദ്രഭട്ട് സർ. അദ്ദേഹത്തിന്റെ പ്രോഗ്രാം, അദ്ദേഹത്തിന്റെ വിജയ വഴികള്, അല്ലെങ്കിൽ അദ്ദേഹം നമുക്ക് അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിൽ നിന്നും നമുക്ക് തരുന്ന ഒരു സെന്റൻസ് ആയിക്കോട്ടെ, ഒരു വാചകം എന്തെങ്കിലും ആയിക്കോട്ടെ, അത് ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ ആയിരിക്കും, ഒരുപാട് നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കുന്നതായിരിക്കും. അല്ലെ, ശരിക്കും RCMൽ കുറെ ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്. 6 ബേസിക് ഉണ്ട്, അല്ലെ, 7 കാർഡിനൽസ്. ഇതൊക്കെ ശരിക്കും നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒന്നാണ്. കുറെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വാല്യൂസ് തന്നെയാണ്. നിങ്ങൾ 6 ബേസിക് ഓരോന്ന് എടുത്ത് നോക്കി നോക്കൂ, കാർഡിനൽ റൂൾസ് എടുത്ത് നോക്കൂ. ശരിക്കും ഇതൊക്കെ RCM സിസ്റ്റത്തിലല്ല, ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഒന്നാണ്. നമ്മളെ ഒരുപാട് എന്താ പറയാ, എനിക്ക് പറയാൻ വാക്കുകളില്ല. കാരണം ഞാനോ മൂർത്തി സാറോ ഒന്നും ഇങ്ങനെയൊന്നും ആയിരുന്നില്ലേ. ഇങ്ങനെയൊക്കെ ഞങ്ങളെ ആക്കിയ ഒരു സിസ്റ്റം RCM എന്ന സിസ്റ്റം, ഒരുപാട് പേരെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റിയ സിസ്റ്റം. അല്ലെ, അതിൽ നമ്മൾ വിശ്വസിക്കണമെങ്കിൽ, ഇതുപോലെയുള്ള ആളുകൾക്ക് വിശ്വാസം വരണമെങ്കിൽ, നിങ്ങൾ ആരോടെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വിശ്വാസം വരണമെങ്കിൽ ഇതുപോലെയുള്ള വലിയ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യിപ്പിക്കുക. ഇന്ന് നിങ്ങൾ കാണുന്ന ഏത് സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡേഴ്സിനോടും ചോദിച്ചു നോക്കൂ, അവർക്ക് വിഷൻ കിട്ടിയിട്ടുള്ളത് ഇതുപോലെയുള്ള വലിയ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്ത ശേഷം. ഞാൻ പോലും പറഞ്ഞാലോ 2008 ആ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത ശേഷമാണ് ഞാൻ ഫാമിലി ആയിട്ട് സപ്പോർട്ട് മൂർത്തി സാറിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ ഫാമിലി ആയിട്ട് നിങ്ങളും അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ സപ്പോർട്ട് കിട്ടുന്നുണ്ടാവും. അല്ലെ, പലരും പറയാറുണ്ട് എന്റെ ഭർത്താവ് സപ്പോർട്ട് തരുന്നില്ല, അല്ലെങ്കിൽ ഭാര്യ സപ്പോർട്ട് തരുന്നില്ല, അല്ലെ, അവരൊക്കെ നെഗറ്റീവ് പറയുകയാണ്. തീർച്ചയായിട്ടും പറയും. കാരണം എന്താണ്, അവർക്ക് വിഷൻ കിട്ടിയിട്ടില്ല. RCM ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണെന്ന് മാത്രമേ അവർക്ക് അറിയുണ്ടാവുള്ളൂ. ബട്ട് വാട്ട് ഇസ് ദാറ്റ് മാർക്കറ്റിംഗ്, വാട്ട് ഇസ് ദാറ്റ് നെറ്റ്വർക്ക്, അത് അവർക്ക് അറിയില്ല. ഇതൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കണമെങ്കിൽ ഇതുപോലെയുള്ള വലിയ പ്രോഗ്രാമുകളിൽ ആളുകളെ പങ്കെടുപ്പിക്കുക എന്നുള്ളത്. അപ്പോഴും ഞാൻ കേൾക്കാറുണ്ട് കുറെ കരച്ചില്, മാഡം ഞാൻ ഇത്ര ആളുകളോട് പറഞ്ഞു, അവർ വന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊപ്പോർഷൻ ഓർമ്മയുണ്ടാവണം. 100 പേരോട് പറഞ്ഞാലാണ് 10 പേർക്ക് ക്ലിക്ക് ആവുള്ളൂ എന്നുള്ളത്. ഓക്കെ, ദാറ്റ് ഇസ് ദ റിയാലിറ്റി. അപ്പൊ നിങ്ങൾ എത്ര പേരോട് നിങ്ങൾ ഒരു ടാർഗറ്റ് വെക്കുന്നുണ്ടാവും, ഇത്ര ആളെ ഞാൻ രാജഗിരി പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കുന്നുണ്ട്, അല്ലെ, ഒരു ടാർഗറ്റ് വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ആളുകളോട് അത് പറയേണ്ടി വരും എന്നുള്ളത് ഒരു കണക്ക് കൂട്ടൽ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. ഇനി അഡ്ലക്സിലെ പ്രോഗ്രാം വരാൻ പോവുകയാണ് ഓഗസ്റ്റ് 25-ന്, അല്ലെ. ശരിക്കും പറഞ്ഞ അഡ്ലക്സിലൊക്കെ ഒരു പ്രോഗ്രാം വരണം എന്നുള്ളത് എന്റെയൊക്കെ ഒരു പ്രാർത്ഥനയായിരുന്നു. കാരണം ആഗ്രഹമായിരുന്നു. അതിലൂടെയൊക്കെ പോകുമ്പോൾ ഞാൻ മുക്സാനോട് ചോദിച്ചിട്ടുണ്ട്, ഇവിടെ വെച്ചൊരു പ്രോഗ്രാം നമ്മൾ എന്ന് സംഘടിപ്പിക്കും എന്നുള്ളത്. പക്ഷെ സാറ് ഭയങ്കര കോൺഫിഡന്റ്. സാർ എന്നോട് പറയും, അദ്ദേഹം ഒരു പിൻ ലെവൽ അല്ലാത്ത സമയത്ത് പോലും അദ്ദേഹം പറയായിരുന്നു, അതൊക്കെ വരും, ഫ്യൂച്ചറിൽ ഇതൊക്കെ വരും, നീ നോക്കിക്കോ, നമ്മൾ അഡ്ലക്സിലൊക്കെയാണ് ഇനി പ്രോഗ്രാം നടത്തുക എന്നുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ പണ്ട് കാലത്തെ ആ അഡ്ലക്സ് തുടങ്ങിയ കാലം മുതലേ നമ്മൾ ആഗ്രഹിച്ചു പോരുന്ന ഒന്ന് യാഥാർത്ഥ്യമാവാൻ പോവാണ് ഓഗസ്റ്റില്. അപ്പൊ ശരിക്കും എലിജിബിൾ ആയിട്ടുള്ള ആളുകളൊക്കെ അതിൽ വന്ന് പങ്കെടുക്കുക. അതുപോലെ ജൂലൈ 28, അല്ലെ, നമ്മൾ സുരേന്ദ്രഭട്ട് സാറിനെ കാണാനുള്ള ആ ഒരു ദിവസത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുക, ആളുകളെ കൂടുതലായിട്ട് പങ്കെടുപ്പിക്കുക. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ഒരു സ്റ്റാർ അച്ചീവർ ആയിട്ടുള്ള അമ്പിളി മാഡം പോലും, അല്ലെ, സ്റ്റാർ ആണ് അമ്പിളി മാഡം. ഞാൻ കേട്ടത് ഒരു ബസ് അതിനായിട്ട് ബുക്ക് ചെയ്തു എന്നുള്ളതാണ്, കുറെ ആളുകളെ പങ്കെടുപ്പിക്കാനായിട്ട്. ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു മാത്രം. ഇതുപോലെ ഒരുപാട് പേര് ഇതുപോലെയൊക്കെ ആളുകളെ കൊണ്ടുവരാനായിട്ട് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ നമുക്കും ഉള്ളില് തോന്നണം, അല്ലെ, ആളുകളെ പങ്കെടുപ്പിക്കുക. ഈ ഒരു RCMന്റെ വിഷൻ, അതായത് നമ്മൾ കാണുന്ന ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം മാത്രമല്ല ഇതിനകത്ത് വരുന്നത്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് ആളുകളെ അവരുടെ സ്വഭാവങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുക, അവരുടെ ഫാമിലികളിൽ ഇനി വരുന്ന നെക്സ്റ്റ് ജനറേഷൻ നല്ല കുട്ടികളായിട്ട് വളരാനുള്ള ഒരു വഴി നമ്മൾ കാണിച്ചു കൊടുക്കുക. അല്ല, ഇന്ന് വന്നിട്ടുള്ള നമ്മുടെ യൂത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അഭിമാനമാണ് തോന്നിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം കണ്ണൂർ വെച്ചിട്ട് യൂത്തിന്റെ ഒരു പ്രോഗ്രാം നടക്കുകയുണ്ടായി.
ഞാൻ കേട്ടത് അതിൽ പങ്കെടുത്ത രക്ഷിതാക്കളും കുട്ടികളും ഒക്കെ നല്ല തീരുമാനം എടുത്തു. അവരും RCM ഒരു പ്രൊഫഷൻ ആക്കി എടുക്കാനുള്ള തീരുമാനം എടുത്തിട്ട് പിരിഞ്ഞു എന്നുള്ളതാണ് ഞാൻ ഏറ്റവും അവസാനം കേട്ടിട്ടുള്ള ഒരു ശുഭവാർത്ത എന്ന് പറയുന്നത്. ഒരുപാട് സന്തോഷം തോന്നി. ഇപ്പൊ ഞാൻ മുർസാനോട് കഴിഞ്ഞ ദിവസം കൂടെ പറഞ്ഞു, നമുക്ക് ഈ തിരക്കുകൾ കഴിഞ്ഞിട്ട് കേരളത്തിൽ ഇതുപോലെ ഒരു യൂത്ത് പ്രോഗ്രാം കേരളം മുഴുവനുമായിട്ട് ഇനി വരുന്ന നെക്സ്റ്റ് ജനറേഷൻ പ്രോഗ്രാം കേരളത്തിന് വേണ്ടി മാത്രമായിട്ട് നമുക്കത് എവിടെ വെച്ചാണെങ്കിലും കുഴപ്പമില്ല, എവിടെയാണെങ്കിലും നമുക്ക് ആ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കണം എന്നുള്ളത്. കാരണം RCMന്റെ വിഷൻ ഇന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള നെക്സ്റ്റ് ജനറേഷൻ പ്രോഗ്രാം തന്നെയാണ്. അല്ലെ, ഇതില് ഇപ്പൊ പ്രത്യേകിച്ച് ജൂലൈ 28ന്റെ പ്രോഗ്രാമില് നമുക്ക് മനീഷ മേഡത്തിനെ കാണാനായിട്ട് സാധിക്കും. പുതിയ ടൂള് വരുന്നുണ്ട്, ന്യൂട്രിചാർജ് വുമൺ എങ്ങനെ ഈസിലി സെയിൽ ചെയ്യാം എന്നുള്ള. എത്ര പെട്ടെന്ന് നമുക്ക് അല്ലെ, അതിനകത്ത് ഒരുപക്ഷെ നിങ്ങളൊക്കെ അത് കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസം മനീഷ മേഡത്തിന്റെ ഒരു സെഷൻ തന്നെ, സൂം സെഷൻ നമുക്ക് ഉണ്ടായിരുന്നു. ഇനി ജൂലൈ 28നും നമുക്ക് മനീഷ മേഡത്തിനെ കാണാനായിട്ട് സാധിക്കും. ആ വേദിയിൽ മനീഷ മേഡത്തിന് സമയം കൊടുത്തിട്ടുണ്ട്. തുളസി പെയിന്റ് അവർക്ക് സമയം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗുഡ് ഔട്ടിന്റെ വിഭവം എല്ലാം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഒന്ന് വന്നാ മതി. ശ്രീ സുരേന്ദ്രവഡ് സാർ അല്ലെ, അദ്ദേഹത്തിനെയൊക്കെ കാണുമ്പോ എന്താ പറയാ, നമ്മൾ അടുത്തൊന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താൽ മതി, നിങ്ങൾക്ക് ആ എനർജി പാസ് ചെയ്യും. എത്ര കുടുംബങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്ര കുടുംബങ്ങളെ അദ്ദേഹം മാറ്റിയിട്ടുണ്ട്, എത്ര ആളുകളെ അദ്ദേഹം പേഴ്സണലി എത്ര ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും അല്ലെ. അതിന്റെയൊക്കെ തലപ്പത്തിരിക്കുന്ന അദ്ദേഹത്തിനെയൊക്കെ ഒന്ന് കാണണം. ആ വിനയം ഒക്കെ നമ്മൾ കണ്ടുപഠിക്കണം. കാരണം നമുക്കും ഇതൊക്കെ അപ്ലൈ ചെയ്യണം. ഇതൊക്കെയാണ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ടത് അല്ലെ. പലരും ചോദിക്കാറുണ്ട് നമ്മൾ എന്തൊക്കെയാണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ടത്. ലീഡേഴ്സിൽ നിന്നും ഇതുപോലെയുള്ള കുറെ ക്വാളിറ്റീസ് ആണ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ സാധാരണ മനുഷ്യരായിരുന്ന സമയത്ത് ഈ ക്വാളിറ്റീസ് ഒന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. വിനയം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എങ്ങനെ സ്നേഹിക്കണം എന്നറിയില്ല. കുറച്ചൊക്കെ നമ്മൾ സ്നേഹിക്കേണ്ട, പക്ഷെ ഉള്ളിൽ ഇത്തിരി കുശുമ്പും കാര്യങ്ങളൊക്കെ നമുക്ക് വരും. അതൊന്നുമില്ലാതെ പ്യുവർ ലവ് ഇല്ലേ. നിങ്ങൾക്ക് തന്നെ കണ്ടിട്ടില്ലേ, ചെറിയ ടാർഗറ്റ് ചെയ്യുമ്പോൾ തന്നെ എത്ര പേരുടെ അനുമോദനാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലെ. അകമഴിഞ്ഞിട്ടുള്ള അനുമോദനം. അത് ശരിക്കും പറഞ്ഞാല് RCMൽ മാത്രമേ അത് ഇന്ന് കിട്ടുള്ളൂ. പിന്നെ എനിക്ക് ഇന്ന് സ്ത്രീകളായിട്ടുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ പ്രവർത്തനം എന്ന് പറയുന്നത് സെയിലില് മാത്രമായിട്ട് ഒതുങ്ങരുത് അല്ലെ. സെയിൽ എന്ന് പറയുന്നത് അത് അതിന്റെ പാർട്ട് ഓഫ് ഈ പാസീവ് ഇൻകം ആയിട്ട് വരുന്നത്. അതായത് അതിന്റെ ഒരു പാർട്ടാണ്. തുടക്കകാലത്ത് നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ സെയിൽ അത്യാവശ്യമാണ്. സെയിലിലൂടെ തന്നെയാണ് ഞങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾ കാണുന്ന ലീഡേഴ്സ് ഒക്കെ ഒരു ടീം ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിലും കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ എല്ലാ ടാർഗറ്റുകളും നമ്മൾ പലരും വിചാരിക്കുന്ന എന്താണ്, ടാർഗറ്റ് ചെയ്യുന്നത് TCG ആഗ്രഹിച്ച രീതിയിൽ ടാർഗറ്റ് ചെയ്യുക. അല്ലാതെ വെറുതെ ബില്ലടിച്ചു വെച്ചിട്ട് അത് നമ്മൾ കട്ടിലിന്റെ അടിയിൽ വെച്ചിട്ട് നമ്മൾ എന്താ പറയാ, അത് RCMനെ പിന്നീട് നമ്മൾ അതിന്റെ റിസൾട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ RCMനെ നമ്മൾ നെഗറ്റീവായിട്ട് പിന്നീട് കാണുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ സംസാരിക്കുന്നത് നെഗറ്റീവായിട്ട് വരും. അങ്ങനെയല്ല, TCG ആഗ്രഹിക്കുന്നത് ഇതൊന്നുമല്ല അല്ലെ. നമ്മൾ പറഞ്ഞ ടാർഗറ്റ് അദ്ദേഹം എങ്ങനെയാണോ ഉദ്ദേശിച്ചത്, നിങ്ങൾ ഓരോ ഭവന സന്ദർശനം അല്ലെങ്കിൽ ആളുകളെ സന്ദർശിച്ചിട്ട് നിങ്ങൾ പ്രൊഡക്റ്റുകൾ കൊടുക്കുന്നു അല്ലെ. ഇപ്പൊ വെജ് ബൈറ്റിന്റെ ടാർഗറ്റ് വന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലേ. ഗുഡ് ഔട്ടിന്റെ ടാർഗറ്റ് വന്നിട്ടുണ്ട് അല്ലെ. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 3 മാസങ്ങളില് മിനിമം 1500 PV വെച്ച് നിങ്ങൾ ചെയ്യുക. ടോട്ടൽ ഈ 3 മാസം കൂടെ കൂട്ടി 5000 PV ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പൊ നമുക്ക് ഈ നറുക്കെടുപ്പിലൊക്കെ പങ്കെടുക്കാനായിട്ട് ഭാഗ്യമുണ്ടായി. അന്ന് 5 പ്രോഗ്രാമിൽ പങ്കെടുത്തവർക്ക് അറിയാം. 5 സ്ഥലങ്ങളിലായിട്ട് അവരെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പങ്കെടുത്തവർക്ക് അറിയാം അല്ലെ. നല്ല നറുക്കെടുപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് സാധാരണക്കാരായ ആളുകൾക്ക് സമ്മാനങ്ങൾ ലഭിക്കുകയുണ്ടായി അല്ലെ. അതുപോലെ അവര് എങ്ങനെയൊക്കെയാണ് നിങ്ങളെ അനുമോദിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അവര് കൂടുതൽ അതിനേക്കാളും നന്നായിട്ട് ഭംഗിയായിട്ട് ചെയ്യാനാണ് അടുത്ത പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഇപ്പൊ ഈ വെജ് ബൈറ്റ് ഒക്കെ കൊടുക്കുക അതിനെ നിങ്ങൾ ബിസിനസ് പരമായിട്ട് കാണണ്ട. എത്ര വലിയ വാല്യൂ ആണ് നിങ്ങൾ സമൂഹത്തിന് കൊടുക്കണേന്ന് അറിയൂ അല്ലെ. ഇന്ന് നോൺ വെജ് കഴിക്കാൻ ആഗ്രഹിക്കുന്ന കേരളത്തിലെ 90% ആളുകളുടെ അതിൽ കൂടുതൽ ആളുകളും നോൺ വെജ് കഴിക്കുന്നവർ തന്നെയാണ്. അതിന്റെ ദൂഷ്യഫലങ്ങൾ എല്ലാവർക്കും അറിയാം, പക്ഷേ കഴിക്കാൻ ഇഷ്ടമാണ്. അതിനൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു ഭക്ഷണ പദാർത്ഥം, ആരോഗ്യം നൽകുന്ന ഒരു ഭക്ഷണ പദാർത്ഥം ഈ ലോകത്ത് ഉണ്ട് എന്നുള്ളത് നമ്മളൊന്ന് കാണിച്ചു കൊടുക്കുക. അതേ ടേസ്റ്റില്, അതേ രുചിയില്, അതിനേക്കാൾ കൂടുതൽ പ്രോട്ടീനോടെ, അതിനേക്കാൾ കൂടുതൽ ഡയറ്ററി ഫൈബറോടെ, അതിനേക്കാൾ കൂടുതൽ കാൽഷ്യം അടങ്ങിയിട്ടുള്ള വിഭവങ്ങൾ നമുക്ക് ഉണ്ട് എന്നുള്ളത് നമ്മളൊന്ന് കാണിച്ചു കൊടുക്കാൻ റെഡി ആവുകയാണെങ്കിൽ അല്ലെ, നമ്മുടെ മടി പേടിയൊക്കെ ഒന്ന് മാറ്റി വെച്ചാല്. ഈയിടെ കോട്ടയത്ത് ഒരു സ്കൂളിൽ പ്രോഗ്രാം നടത്താൻ, അതായത് ഗുഡ് ഔട്ട് അവയർനെസ് കൊടുക്കാനുള്ള ഒരു അവസരം ലഭിക്കുകയുണ്ടായി. അത് കോട്ടയത്തുള്ള ഒരു സിമി എന്നുള്ള സ്റ്റാർ അച്ചീവറാണ്, സിമി എന്നുള്ള മാഡാണ് അതിന് മുൻകൈ എടുത്തത് എന്നുള്ളതാണ്.
അല്ലെ? പക്ഷെ ആ മാഡത്തിന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ സ്കൂളിൽ പോയിട്ട് പറയാനുള്ള മടി പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. മാഡത്തിന്റെ കോൺഫിഡൻസ്, പ്രൊഡക്റ്റിൽ ഉണ്ടായിരുന്ന നോളജ്, അറിവ്, അതവിടെ പോയി പറഞ്ഞപ്പോ ആ മാനേജ്മെന്റ് അവര് സാറ്റിസ്ഫൈഡ് ആയി. പിന്നീട് ഈ കോട്ടയത്ത് നടന്ന ഗുഡ് ഔട്ട് പ്രോഗ്രാമിന്റെ അന്ന് തന്നെ വൈകിട്ട് കുട്ടികൾക്ക് ഒരു ഗുഡ് ഔട്ട് അവയർനെസ് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. നോൺ വെജിന്റെ ദൂഷ്യഫലങ്ങൾ അടങ്ങിയ ഒരു PPT നമ്മുടെ ചാഹത് സാറ് കാണിക്കുകയും പിന്നീട് ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് കുട്ടികളിൽ നിന്നും നമുക്ക് കിട്ടിയ റെസ്പോൺസ് എന്താന്ന് വെച്ചാല്, ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഞങ്ങളല്ല കാണേണ്ടത്, ഞങ്ങളുടെ പാരന്റ്സിനെ ഒന്ന് കാണിച്ചു കൊടുക്കൂ എന്നുള്ളതായിരുന്നു. അന്ന് തന്നെ കുട്ടികൾക്ക് നൂഡിൽസും അതുപോലെ ഗുഡ് ഔട്ട് വിഭവങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ഡിന്നർ ശരിക്കും കുട്ടികൾക്ക് കിട്ടുകയുണ്ടായി. അവർ ചോദിക്കുകയുണ്ടായി, ഇത് ശരിക്കും നോൺ വെജ് തന്നെയല്ലേ എന്ന്. അല്ലെ, അത്രയും രുചികരമായിട്ട് വെജിറ്റേറിയൻ വിഭവം നോൺ വെജ് ടേസ്റ്റില് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറ ഇനി ശരിക്കും നമുക്കോ കുറേ കാര്യങ്ങൾ മിസ്സായി, ഇനി വരുന്ന തലമുറയെങ്കിലും ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള ഒരു കർത്തവ്യമാണ് ഈ പറഞ്ഞ ടാർഗറ്റുകൾ ഈ TCG നിങ്ങൾക്ക് തരുന്നത്. അത് നമുക്ക് എന്താ പറയാ, വെറും അനുമോദനത്തിന് മാത്രമായിട്ട് നിങ്ങളത് കാണരുത്. അല്ലെ, നമുക്കുള്ള ഒരുപാട് കർത്തവ്യങ്ങളുണ്ട്, കടമകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇതുപോലെയുള്ള ടാർഗറ്റുകൾ ചെയ്യുമ്പോഴാണ് RCMൽ ഓരോ പടിയും കയറാനുള്ള കോൺഫിഡൻസ് നമ്മളിൽ വർദ്ധിക്കുന്നത്. അത് ശരിയായ രീതിയിൽ ചെയ്യാം, TCG ആഗ്രഹിച്ച രീതിയിൽ ചെയ്യാം. അല്ലാതെ ടാർഗറ്റ് കിട്ടാനായിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നും കടം വാങ്ങിയിട്ട് അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് സെയിൽ ചെയ്യാതെ, അല്ലെ, അതിന്റെ റിസൾട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നീട് വരുന്ന നെഗറ്റീവ്, നിങ്ങളുടെ ചുറ്റിനും വരുന്ന ഒരു നെഗറ്റീവിസം തന്നെ ആയിരിക്കും. അല്ലെ, പിന്നീട് നമുക്ക് RCMൽ വർക്ക് ചെയ്യാൻ കഴിയാതെ വരിക. പലരും ചോദിക്കാറുണ്ട്, മാഡം പലരെയും വിജയിച്ച വ്യക്തികളായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, സ്റ്റേജിൽ അനുമോദിച്ച വ്യക്തികളൊന്നും ഒന്നും കാണുന്നില്ലല്ലോ. ഒരു പക്ഷെ ഇതായിരിക്കാം കാരണം. അല്ലെ, ചെയ്യുന്നത് TCG ആഗ്രഹിച്ച രീതിയിൽ, ശരിയായ രീതിയിൽ. അദ്ദേഹം റൈറ്റ് കോൺസെപ്റ്റ് മാർക്കറ്റിംഗ് എന്നാണ് പറഞ്ഞത്. റൈറ്റ്, ശരിയായ രീതിയിലുള്ള വിപണന രീതി, ശരിയായ രീതിയിൽ RCM ആളുകളോട് പറയാം, ശരിയായ രീതിയിൽ ചെയ്യാം, ശരിയായ രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ ആളുകൾ എന്താ പറയാ, നമുക്ക് കിട്ടുന്ന അനുമോദനങ്ങൾ മാത്രമല്ല, നമുക്ക് കിട്ടുന്ന പ്രാർത്ഥന കൂടി ഉണ്ടാവും. ഈ കഴിഞ്ഞ ദിവസം ഒരു മാഡം എന്നോട് ചോദിച്ചു, മൂർത്തി സാറിന്റെ എന്റെയൊക്കെ നാളെ എന്താന്ന് വെച്ചപ്പോ എന്നോട് പറഞ്ഞു, ശത്രു സംഹാര പൂജ ചെയ്യാനാണെന്ന്. എത്ര സ്നേഹം ഉണ്ടായിട്ടായിരിക്കും അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവുക. ഞാൻ പറഞ്ഞു, ആ ഒരു പൂജയുടെ ആവശ്യമില്ല. RCM എന്ന ബിസിനസ്സിൽ ഒരു ശത്രു പോലും ഉണ്ടാവില്ല, ഇഫ് യു ആർ ഡൂയിങ് ഇറ്റ് ഇൻ ദ റൈറ്റ് വേ. അല്ലെ, ഒരു ശത്രു സംഹാര പൂജ പോലും RCM ചെയ്യേണ്ട കാര്യമില്ല. അല്ലെ, ഇവിടെ നമ്മൾ സമ്പാദിക്കുന്നത് എന്താണ്? ഒരുപാട് ഫാമിലികളുടെ പ്രീതി പിടിച്ചു പറ്റുക എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരാള് നമ്മളെ വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് എനിക്ക് കടവുളെ താൻ മാതിരി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ എനിക്കൊരു ദൈവം മാതിരി എന്ന് പറയണമെങ്കിൽ ഈ ഒരു ജന്മം നിങ്ങൾ ഏത് തൊഴിലാണോ നിങ്ങൾ ചെയ്തിട്ടുള്ളത് അവിടെ ഒന്നും നിങ്ങൾ ഒരാളും കെട്ടിപ്പിടിച്ചിട്ട് നിങ്ങൾ എനിക്ക് ദൈവം മാതിരി എന്ന് പറയില്ലേ. ഇന്ന് RCM ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്ന ലീഡേഴ്സ്, അല്ലെ, ഇന്ന് വിജയിച്ച് കാണുന്ന ലീഡേഴ്സ്, അവരത് അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ എനിക്ക് ദൈവം മാതിരിയാണ് എന്നുള്ള ഇതുപോലെയുള്ള ഹഗ്ഗിങ്സ്, അതിൽ നിന്ന് വരുന്ന ബ്ലെസ്സിങ്സ്, അത് മാത്രം മതി. ലക്ഷങ്ങളൊക്കെ പിന്നീടാണ്. ലക്ഷങ്ങളെ കുറിച്ചൊന്നും അല്ല. ഇന്ന് ഞാൻ ശരിക്കും എൻ്റെ ജീവിതം തന്നെയായി എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ആളുകളുടെ ബ്ലെസ്സിങ്സ്, ഇതുപോലെയുള്ള ആളുകളുടെ പ്രാർത്ഥന മതി, ധാരാളം. ഇനിയുള്ള എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, ഇതുപോലെയുള്ള അവസരങ്ങൾ, ആളുകളുടെ പ്രാർത്ഥന, ആളുകളുടെ ബ്ലെസ്സിങ് ഒക്കെ കിട്ടാനായിട്ട് ശരിയായ രീതിയിൽ, അല്ലെ, ചുറ്റുമുള്ള നെഗറ്റീവുകളെ ഒക്കെ ഒന്ന് മാറ്റിയിട്ട്, നെഗറ്റീവുകൾ ഉണ്ടാവാൻ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇതൊരു വലിയൊരു സിസ്റ്റമാണ്. ആ നെഗറ്റീവുകളെ കൂടുതലായിട്ട് ചുഴിഞ്ഞു നോക്കാതെ സക്സസ്ഫുൾ ലീഡേഴ്സ് എന്ത് ചെയ്തു, അവരുടെ പാതയിലൂടെ സഞ്ചരിക്കുക. ഞാനും മൂർത്തി സാർ ഒന്ന് ഫ്രീ ആവട്ടെ, ഞങ്ങളുടെ ജീവചരിത്രം എഴുതുന്നുണ്ട്. ഇപ്പൊ സുരേന്ദ്രവട് സാർ എഴുതുന്ന പോലെ ഞങ്ങളും എഴുതും. അല്ലെ, ഞാൻ മൂർത്തി സാറിനോട് എപ്പോഴും പറയും, ഇങ്ങനെ സ്റ്റേജായിട്ട് പോയിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല, ജീവചരിത്രം ഒന്ന് എഴുതി വെക്കൂ. ആളുകൾ അല്ലെങ്കിൽ ആത്മകഥ എഴുതൂ, ജീവചരിത്രം അല്ല ആത്മകഥ എഴുതൂ, ആളുകൾ അത് കണ്ടു പഠിക്കട്ടെ എന്ന് പറഞ്ഞു. ആ പാതയിലൂടെ തന്നെ ഒന്ന് സഞ്ചരിച്ചാൽ മതി. തീർച്ചയായിട്ടും എല്ലാവർക്കും സഫയർ ആവാം, ഡയമണ്ട് ആവാം, എല്ലാം ആവാൻ സാധിക്കും. കാരണം TCG അത്രയും ആഗ്രഹിക്കുന്നുണ്ട് ആളുകളിൽ, സമൂഹങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വരാനായിട്ടും, ആർക്കും ഒരു ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഇല്ലാതെ ഈ ഒരു ജന്മം എല്ലാവരുടേതും എന്താ പറയാ സഫലമായി അത്രയും നന്നായി ബ്ലെസ്സിങ് ആയിട്ട് വരാനായിട്ട് അദ്ദേഹത്തിന്റെ ഒരു വിഷനാണത്.
അതാണ് പുതിയ ഇന്ത്യ, ന്യൂ ഇന്ത്യ എന്ന് നമ്മൾ പറയുന്നത്. പുതിയ ഇന്ത്യയെ കെട്ടിപ്പടുക്കുക എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഐശ്വര്യ സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഒരു ജനതയെ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അത് നമ്മുടെ കർത്തവ്യമായിട്ട് എടുക്കുക. നമ്മുടെ ഓരോ സെഗ്മെന്റുകളും അതിന് സഹായിക്കുന്നതാണ്. അതിന് തരുന്ന ഓരോ ടാർഗറ്റുകളും അതിന് സഹായിക്കുന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും ഇതെല്ലാം ഉൾക്കൊണ്ട് എല്ലാവരും ഈ ഒരു നമ്മളൊരു പാസീവ് ഇൻകം നേരത്തെ പറഞ്ഞു, അതായത് വലിയൊരു ടീം ബിൽഡ് ചെയ്യുന്ന വലിയൊരു ലീഡറായിട്ട് മാറാനായിട്ട് ഉള്ള ക്വാളിറ്റി, അല്ലെ, അത് നമുക്ക് ക്വാളിറ്റി നമുക്ക് വരും, നമ്മളൊന്ന് കൂടെ നിന്നാൽ മതി. അതുപോലെയുള്ള ക്വാളിറ്റിയുള്ള ലീഡേഴ്സായിട്ട് കാണാൻ മാത്രമാണ് ഇന്നെന്റെ ആഗ്രഹം. ആ ആഗ്രഹം ഇവിടെ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ആർ സി എം, ജെ ആർ സി എം.